മീൻ പിടിച്ചും മുത്തുവാരിയും ജീവിച്ചിരുന്ന ഒരു ജനത, ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സമൂഹം. പെട്രോളിന്റെ കടന്നുവരവ് അവരിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കി. ചരിത്രം ഈ കാലഘട്ടത്തെ കാമൽ ടു കാഡിലാക്ക് എന്ന് അടയാളപ്പെടുത്തി. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തിരുന്നവർ ആ കാലത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കാറുകളിലൊന്നായ കാഡിലാക്കിലേക്ക് മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. സ്വർണം വിളയുന്ന ഈ നാടിനെക്കുറിച്ചുള്ള കേട്ടറിവ് ജീവിതം ഒരു വെല്ലുവിളിയായി കണ്ടിരുന്ന ചെറുപ്പക്കാരെ അങ്ങോട്ട് ആകർഷിച്ചു. ദീർഘദർശികളായ ഭരണാധികാരികളും കഠിനാധ്വാനികളായ യുവാക്കളും ഒത്തുചേർന്നപ്പോൾ മണൽ കൂമ്പാരങ്ങളിൽ സ്വപ്ന നഗരങ്ങൾ പിറന്നു. ആരെയും മോഹിപ്പിക്കുന്ന, കൊതിപ്പിക്കുന്ന ഇന്നത്തെ ദുബായ് പട്ടണം. Good morning, Dubai. This is Naila with you on Dubai Zone Hit 96.7 FM. It's a very, very sunny day, a day with a lot of traffic. പക്ഷെ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് കാറുകളിലേക്ക് കയറുന്നതിന് മുൻപ് നാട്ടിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടാകും. അമ്മ അവിടെ നാട്ടിലെ മഴയുടെയും ചൂട് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒക്കെ വിശേഷം നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും. മഴ എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് ഭയങ്കര ഗൃഹാതുരത്വം ഒക്കെ ഉണർത്തുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണ്. ബട്ട് വാട്ട് ടു ഡു? വി നീഡ് ടു സ്റ്റാർട്ട് എ ബ്രൈറ്റ് ഡേ ഹിയർ ഇൻ ദുബായ്. So I'll join you on the drive and you join me on your drive. Once again, this is Naila with you on Dubai Zone Hit 96.7 FM. Stay tuned. Idu paru swargamo maya logamo kadalana tanna kanavinu marukarayo maya mohini ivaledu kamini nagaram ival nurapadayum nirakudamo agasha kudarathin keele aditya chandran maruponnu Idu paru swargamo maya logamo kadalana tanna kanavinu marukarayo സ്വർഗമോ മായാലോകമോ കടലന തന്ന കനവിനു മറുകരയോ മായാമോഹിനി ഇവളേതോ കാമിനി നഗരമിവൾ നുരപതയും നിറകുടമോ ആകാശക്കൂടാരത്തിൻ കീഴേ ആദിത്യ ചന്ദ്രന്മാരും പോന്നു. മാറാണ്ട എന്താ നാരായണ അതൊന്ന് ഓഫാക്ക്, മറ്റുള്ളവർക്ക് കിടന്നുറങ്ങണ്ടേ.
സതീശ, എടാ സതീശ, ഫോൺ എടുക്കടാ. സതീശ, എടാ സതീശ, ഫോൺ എടുക്കാൻ. ഹലോ, ഇതാരാ? എപ്പോ? എന്നിട്ട്? ഇല്ല, ഞാൻ പറഞ്ഞോളാം. ശരി. ആരാടാ സതീശ? അച്ഛന് നല്ല സുഖമില്ല. ഈശ്വര, എന്നിട്ട്? പേടിക്കാനൊന്നുമില്ലെന്ന് അവർ പറഞ്ഞത്. ഞാൻ അവിടെ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. അച്ഛന് സുഖമില്ലാന്നും പറഞ്ഞു വേണുവായിട്ടും വിളിച്ചിരുന്നു. സതീശ, ഞാൻ അവിടെയാണ്. അച്ഛൻ എന്താടാ പറ്റിയത്? അത് സതീശ, നാരായണേട്ടൻ പോയി. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അവിടെ നീ വേണം എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട്. പിന്നെ അമ്മയോടൊന്നും ഇപ്പം പറയാൻ നിൽക്കണ്ട. ഇസ്മായിൽക്ക് താഴെത്താറായിട്ടുണ്ട്. സതീശ, ഞാൻ വിളിക്കാം. എന്തായി വക്കീലെ? കമ്പനിയിൽ വിവരം അറിയിച്ചു. പാസ്പോർട്ടുമായി PR വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ വിവരം അറിയിച്ചു? മകനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പോലീസിലോ? പറഞ്ഞിട്ടുണ്ട്. ആംബുലൻസ് ഇപ്പൊ എത്തും. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. അതെ, ഇസ്മായിൽ ഭായി എന്താ ഇവിടെ? ഈ നാരായണേട്ടനും ഇസ്മായിൽക്കയും ഒരേ പത്തേമാരിയിലാ ഇവിടെ വന്നിറങ്ങിയത്. ഹലോ ബാബു, ഞാനാടാ പ്രേമേ. നമ്മൾ പണിയെടുത്തോണ്ടിരിക്കുന്ന വീട്ടിന്റെ ഓണറില്ലേ, ആ ഗൾഫുകാരെ, അയാൾ തട്ടിപ്പോയി. നിന്റെ ഡോക്ടറെ വീടിന്റെ പണി നാളെ തുടങ്ങാൻ പറ്റുമോ? ഇതിപ്പോ ഒന്നും തുടങ്ങൂല. ഒന്നായി നോക്കടാ. ഓരോരുത്തർക്ക് മരിക്കാൻ കണ്ട സമയം, മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. പറയാൻ കഴിയാത്ത വിധം വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വന്ന് കടയിലെ പറ്റി ചോദിച്ചതിന്റെ പേരില് നീ കിണറ്റിൽ ചാടണ്ട. ഞാൻ പോവാം. പക്ഷെ നീ 2 ദിവസത്തിന്റെ ഉള്ളിൽ കടയിലെ പറ്റി തീർത്തില്ലെങ്കിൽ ഞാൻ വീണ്ടും വരും. അന്ന് ഈ കിണറ്റിൽ ചാടണത് ഞാനായിരിക്കും.
ഇക്കൊല്ലത്തെ മീരാൻ സാഹിബ് ട്രോഫി നമുക്കാ. നാരായണ മികച്ച കളിക്കാരൻ. ആഹാ, എവിടെ? കൊള്ളാലോ. ഇനി അത്താഴത്തിന് അമ്മക്കും മക്കൾക്കും ഇതങ്ങോട്ട് പുഴുങ്ങി തിന്നാൻ മതിയല്ലോ. വല്ല പാടത്തോ പരമ്പത്തോ പോയി പണിയെടുത്ത് കുടുംബം നോക്കാണ്ട് കളിച്ച് നടക്ക. ഇത് ഇവിടെ കിടക്കട്ടെ. 3 പെമ്പിളേരാ വളർന്നു വന്നത്. കളിച്ച് നടക്കണ്. ഈ കുത്തറാത്തീപ് നമ്മളെ ഒന്നും കാണാൻ വിടൂല. കത്തി കൊണ്ട് കുത്തും, നാവറുത്ത് തളികയിൽ വെക്കും, കണ്ടാ തല ചുറ്റും. റാത്തീപ് കഴിയണവരെ ആരും ഒന്നും കഴിക്കൂല. എളാപ്പയാണെ ഒന്നും വിട്ടു പറയണമില്ല. ഞാൻ അന്വേഷിച്ചു. വേലായുധെന്ന അയാളുടെ പേര്. ചേറ്റുവാക്കടപ്പുറത്ത് നിന്ന് പത്തേമരിയിൽ അയാൾ ആളെ കൊണ്ടുപോകുന്നത്. നമുക്ക് എന്തായാലും അയാളെ പോയെന്ന് കാണാം. നീ പൊക്കോ, അവരോടെ കാത്തിരിക്കുന്നുണ്ടോ? ചേച്ചി മൊയ്തീന്റെ ഇളാപ്പ പേർഷ്യക്ക് പോവാ. ഒന്നും പറ്റാണ്ട് അവിടെ എത്താനുള്ള നേർച്ചയാ. അയ്യോ, അപ്പൊ നാരായണനോ? നാരായണൻ അവിടുന്ന് കഴിച്ചു കാണും. ഇല്ലടാ? കഴിച്ചോ മോനെ? ഹായ്, കഴിച്ചതാ അമ്മേ. ഞാൻ പറഞ്ഞില്ലേ അവൻ അവിടുന്ന് കഴിച്ചു കാണും. ചേറ്റുവപ്പള്ളിയിൽ നേർച്ച കൂടാൻ പോവല്ല. ദിവസങ്ങളോളം യാത്രയിൽ. അത് ചിലപ്പോ മാസങ്ങളാവും. എത്തിയില്ല എന്നും വരും. കടല അറിയാ, കേട്ടിട്ടുണ്ട്. എന്നാലും അവിടെ എത്തിക്കിട്ടിയ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടില്ലേ? വീട്ടിലെ പട്ടിണി മാറ്റാൻ പറ്റുമെങ്കിൽ, കൂടപ്പുറപ്പുകൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ കടല് കടക്കാൻ ഞങ്ങൾ തയ്യാറാ. ഇതുപോലുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാവണം ജീവിതത്തിൽ. ചെറുപ്പത്തിലെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഉമ്മർ സ്രാങ്കിന്റെ ബോട്ട് ഇതാ ഇങ്ങനെ പോണത് നോക്കി നിന്നിട്ടുണ്ട്. അന്ന് ഞാനെടുത്തൊരു തീരുമാനമുണ്ട്. അതാണ് ഈ കാണുന്ന ഫത്തേ മുബാറക്. അങ്ങോട്ട് ആളുകൾ, ഇങ്ങോട്ട് ചരക്ക്. ഇനി കടലിൽ പോയാൽ തന്നെ ലാഞ്ച് വേലായുധം മാത്രമായിട്ട് ബാക്കിയാവൂല. അതുപോലെ ആളെ കടത്താൻ ഞാൻ വാങ്ങണ ഒരു തുകയുണ്ട്. അത് ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. അടുത്ത വെള്ളിയാഴ്ച പത്തേമാരി പുറപ്പെടും. ഒരുക്കിക്കോ മനസ്സും പണവും. ചേട്ടാ, ഞങ്ങളുടെ കൂലി. അയ്യോ ഏട്ടാ, ഒരു 4 അണിയും കൂടെ. എന്താ ഇതിന്റെ ഒരു ഫോട്ടോ? ഇത് മൊയ്തീന്റെ ഇളാമാന്റെ ചെവിടിയാ. പേർഷ്യക്ക് പോവാൻ പൈസക്ക് പണയം വെക്കാൻ തന്നതാ. ഇത് പണയം വെച്ചാ ഞങ്ങക്ക് പോകാനുള്ള പൈസ തികയൂല. അതുകൊണ്ട് ഞങ്ങളിത് വിൽക്കുക. അതുമല്ല, ഏതെങ്കിലും ഒരു കാലത്ത് പൈസയൊക്കെ ആവുമ്പോ ഇതുപോലെ ഒരെണ്ണം തിരിച്ചു മേടിച്ചു കൊടുക്കണം. അതിനു വേണ്ടി ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. പോട്ടെ പോട്ടെടി. പോയിട്ട് വരാമേ. अच्छा പോട്ടെ.
അല്ലാതെ ഒച്ചവും ബഹളൊന്നും വേണ്ട. ആ അതന്നെ, പോലീസ് അറിഞ്ഞ പ്രശ്ന. തലയാട്ടും തെങ്ങോലകളെ വിട ചൊല്ലി പിരിയുകയാണ്. എറളാടൻ കൊച്ചു പരുന്തേ വഴിയൊന്നു പറഞ്ഞു തരേണേ. അറിയാത്തൊരു കരയുടെ കാര്യം പറയാമോ വെള്ളി നിലാവേ. തിരികെ ഞാൻ വരുമന്നേരം പടിമേലെ കാവലു വേണേ. തിര താണ്ടി പൊന്നും മുത്തും മലയോളം കൊണ്ടുവരാമേ. നമ്മുടെ കയ്യില് ആകെ ബാക്കിയുള്ള അരിയായത്. പകുതി മാറ്റിവെച്ചേക്ക്. മാറ്റിവെച്ചാലും നാളെ ഒരു ദിവസത്തേനുണ്ടാവും. ഇനി എത്ര നാളെടുക്കുമോ ആവോ കര കാണാൻ. നറുതേനും പാലും പതയും കുളിരോലും മരുവികളുണ്ടോ. എരിവയിലും കല്ലും മുള്ളും നിറയും ഒരു പാതകളാണോ. പല നാളായി കണ്ട കിനാവിലെ മലർവാടിയതെങ്ങനെയാവോ. അലതല്ലും നെഞ്ചിലെ മോഹം വളരും ഒരു ബെഹറു കണക്കെ. തിര താണ്ടി പൊന്നും മുത്തും മലയോളം കൊണ്ടുവരാം.
ഇല്യാസ് ഇല്യാസ് എടാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ اللهم ألهم الجواب اللهم جعف القبر عند جنبه اللهم ألهم الجواب വലിയ മഴ വരാൻ പോകുന്നുണ്ട്. എല്ലാരും അകത്തോട്ട് പോ. ബാബു നീ പായകത്ത് അകത്തോട്ട് പോയിക്കോ. എല്ലാരും അകത്തോട്ട് പോ. വേഗം. കയറങ്ങോട്ട് വലിക്കേ. ഇത് ഞാൻ കെട്ടിക്കോളാം. നീ ഇറങ്ങിക്കോ. കരയെത്തി, എല്ലാരും കേറി വാ. എല്ലാരും വരാൻ പറ. അത് കണ്ടോ? ആ കാണുന്നതാണ് അടയാളപ്പാറ. കണ്ടോ? പോലീസിന്റെ കണ്ണിപ്പെടാതെ എല്ലാവരും അവിടെ മറിഞ്ഞിരുന്നോണം. ഇരുട്ടിയിട്ട് നീന്തി കയറിയാ മതി കേട്ടോ. എന്നാ ചാടിക്കോ, ചാടിക്കോ.
انا معايا. يلا 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 يا رجال شرف ماي في موجود ആ മൊയ്തീന എപ്പോഴാ അറിഞ്ഞ് എപ്പോഴാ കൊണ്ടുവരാന്നുള്ള വിവരം കിട്ടിയ? എനിക്കൊന്നും അറിഞ്ഞൂടാ. എത്രയും പെട്ടെന്ന് ആ വീടിന്റെ പണി തീർത്ത് കേറിക്കൂടാന്നുള്ള ഒരൊറ്റ മോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്. ഇനി ഒരുപാട് കാലം ഈ ഭൂമിയിൽ ബാക്കിയില്ലാന്ന് അവൻ കരുതിയിട്ടുണ്ടാവും. എന്തൊക്കെ അസുഖങ്ങളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തിരിച്ചു പോകുമ്പോ ഞാൻ പറഞ്ഞതാ പോണ്ടെന്ന്. കാലത്ത് ഞാൻ അവരെ വീട്ടിൽ പോയിരുന്നു. ആ നാളിനെയും പിള്ളേരെയും സങ്കടം കണ്ടാൽ സഹിക്കില്ല. കുറച്ച് നേരം ചുറ്റിപ്പറ്റി എന്നിട്ട് ഞാനും കണ്ടു പോകുന്നു. എന്തൊട്ട് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുക. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. നന്നായി മുറുക്കി അടച്ചോട്ടാ. എന്നാ പിടിക്കേ. മോൾക്കൊരു മുട്ടായും കൂടി തരട്ടാ. അവിടെ നാരങ്ങ മുട്ടായിട്ടാ. അതേ, നിങ്ങൾ രണ്ടാൾ ഇതിനെ നോക്കി കണ്ണിരുട്ടുകൊണ്ട് കാര്യമില്ലേട്ടാ. ഇതിന്റെ അപ്പുറത്തുനിന്ന് ആരെങ്കിലും വിളിക്കണം. ആ അടിച്ചല്ലോ പ്രൈസ്. ഹലോ. ആ ഉണ്ട്. നിനക്ക് സുഖാണല്ലോ നാരായണ? ഹലോ. ഇത്ര നേരം വിളിക്കാണ്ടായപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇന്നലെ വിളിക്കില്ലായിരിക്കും. വന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് പിന്നെ വിളിക്കാണ്ടിരിക്കുവോ? തിരക്കാ ഇവിടെ. അമ്മയില്ലേ കൂടെ? ആ, ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മേ, നാരായണേട്ടൻ. നാരായണ മോനെ. എങ്ങനെയാ നമ്മുടെ കാലുവേന? കുറവുണ്ട്. ഇപ്പൊ തളിക്കുളത്തെ രാമൻ വൈദ്യരെയാ കാണിക്കുന്നത്. ആ, അവിടെ മഴയൊക്കെ തുടങ്ങിയോ? ഇല്ല, മഴയ്ക്ക് മുമ്പ് കുറച്ച് ഓടയ്ക്കൊന്ന് മാറ്റണം. പുറത്തെ ചുമരൊന്ന് സിമന്റ് ഇടണം. ഇടാലോ. പിന്നെ നിർമ്മലയ്ക്ക് വല്ല അയച്ചിരുന്നോ മോനെ? അയക്കാമേ. പ്രഭാകരന്റെ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. കിടപ്പ് തന്നെയാ. അവളുടെ ഒരു തലവിധി. അല്ലാതെ പെന്തുട്ടാ പറയാ. അടുത്ത തിങ്കളാഴ്ച നിന്റെ അച്ഛന്റെ ആണ്ടാ. എനിക്ക് ഓർമ്മയുണ്ടമ്മേ. അല്ല, നിനക്ക് സുഖം തന്നെയല്ലേ മോനെ? അവനവന്റെ ആരോഗ്യം നോക്കിയിട്ടില്ല അധ്വാനൊക്കെ മതിയിട്ടാ. ഞാൻ നളിനിക്ക് കൊടുക്കാം. എന്നാ. ഹലോ. എന്തൊക്കെയാ നിന്റെ വിശേഷം? മൊയ്തുക്കാന്റെ ആളുടെ കൊടുത്തിട്ട സാധനങ്ങളെ കിട്ടി. കുറച്ചു മിട്ടായി ഞാൻ എന്റെ വീട്ടിൽ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ രമേശിനെ ഇപ്പൊ ടൈപ്പ് ഓടിക്കാനൊക്കെ പോണ്ട് കേട്ടോ. ഓ, നാരായണേട്ടൻ എന്നാ വരാ? എനിക്കൊന്ന് കാണണം. എനിക്ക് വയ്യ ഇവിടെ ഒറ്റയ്ക്ക്. നിനക്ക് അവരൊക്കെ ഇല്ല അവിടെ. ഞാനല്ലേ നല്ല ഇവിടെ ഒറ്റയ്ക്ക്. എപ്പോഴാ വരാ? വരാം, ഇനി വൈകില്ല. നീയേ നിർമ്മലയുടെ വീട് വരെ ഒന്ന് പോണം. അവൾക്ക് നമ്മളല്ലാണ്ട് വേറെ ആരാ ഉള്ളത്? എല്ലാരോടും എന്റെ അന്വേഷണം പറയണം. ഞാൻ വിളിക്കാം. വെക്കട്ടെ? ശരി. വാങ്ങ് കൊടുക്കാൻ ഇനിയും കുറേ സമയമുണ്ട്.
പാവപ്പെട്ട നോമ്പുകാരുടെ മുമ്പിൽ ഇറച്ചിപ്പത്തിരിയും ഉന്നക്കായും നിരത്തി വെച്ച് അവരുടെ ഈമാൻ പരീക്ഷിക്കുക. ഈ ചൂട്ടത്ത് ഈ നേരം വരെ പിടിച്ചിരുന്ന ഈ നാട്ടിലെ നോമ്പുകാര് ഇതിലൊന്നും വീഴ പോയില്ലേ? പോസ്റ്റ് ബോക്സിന്റെ ചാവി എടുക്കാം. ആ എടുത്തോ ബഷീറേ, ആ തിരക്ക് ഞാൻ ചെറുവത്തൂർ എന്നുള്ള പുതിയ 3 ആൾക്കാർ ഇവിടെ കാണാന്നാ പറഞ്ഞത്. കണ്ടില്ലല്ലോ മോനെ. ഇനി ഞാൻ സബ്കയിൽ ഖാദർ ഹോട്ടൽ തന്നെയല്ലേ പറഞ്ഞത്? ദിവസം എത്ര ആളുകളാ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിറങ്ങുന്നത്? ഈ മരുഭൂമിയില് അലാവുദ്ദീന്റെ ബോധം ചോദിക്കുന്നൊന്നും കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കാന്നാ നമ്മളെ നാട്ടുകാരെ വിചാരം. എത്ര കത്താ ഈ കത്തുകളൊക്കെ എടുക്കാൻ വരുന്ന ആൾക്കാരുടെ കച്ചവടം മതിയല്ലേക്ക്. കച്ചവടം കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, ഇവിടെ ഇരുന്ന് കത്ത് വായിച്ച് സങ്കടം പറയാതിരുന്നാ മതി. പരാതികളെയും ആവശ്യങ്ങളെയും ഒരു ഭണ്ഡാര അത്. ഇത് നിനക്കുള്ളതാ. മമ്മാലിക്കുള്ള പുതിയ കേസറ്റ് വന്നിട്ടുണ്ട്. നിർമ്മലയുടെയാ. അമ്മ ഇപ്പൊ പറഞ്ഞോളൂ. പ്രഭാകരന്റെ പേരിലൊക്കെ വിറ്റ് തീരാറായി. പെട്ടെന്ന് കുറച്ച് പൈസ നമുക്ക് എത്തിക്കണം. നമുക്ക് നാട്ടിൽ നിന്ന് വരുന്ന കത്തുകളിലെ പേരുകളിൽ മാത്രമേ മാറ്റം ഉണ്ടാവും, ബാക്കിയെല്ലാം ഒന്ന് തന്നെ. ഒരു വിധം കിട്ടാവുന്നിടത്തുനിന്നൊക്കെ കടമായും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സംഘടിപ്പിക്കാന്നേ. നടക്കും. നമ്മുടെ അമ്മോച്ചങ്ങ നാട്ടിൽ 2 ഏക്കർ തെങ്ങും പറമ്പ് കണ്ടുവച്ചിട്ടുണ്ട്. അതെന്താ അമ്മോച്ചിങ്ങ? ഭാര്യയുടെ അച്ഛൻ. അല്ലുവേ, ഈ അമ്മായിച്ച ലോപിച്ചാണോ അമ്മോച്ചങ്ങായത്? അല്ല നാരായണ, നിങ്ങളുടെയൊക്കെ നാട്ടില് ഭാര്യയുടെ അച്ഛൻ എന്താ വിളിക്കുന്നത്? പറഞ്ഞുറപ്പിച്ച സ്ത്രീധനം കൊടുത്തില്ലെങ്കിൽ എന്തും വിളിക്കും. മമ്മാലിക്കുള്ള പുതിയ കേസറ്റ് വന്നിട്ടുണ്ട്. ഭഗവാന് എന്റെ പ്രാർത്ഥന കേട്ട് തച്ചോളിയാൻ പോലും ഇത്ര ഓടിയിട്ടുണ്ടാവൂല. അതൊന്ന് മാറ്റിയേരി. കുറച്ച് തറപ്പെടുക്കുവാണേ, വളരെ കുറച്ച്. ഇത് അലിക്കുള്ളതാ. അലി നാട്ടിലെന്തോ കുഴപ്പാന്ന് പറഞ്ഞ് ഫോൺ ചെയ്യാൻ പോയിരിക്കുക. എന്ത് കുഴപ്പം? മലപ്പുറത്ത് അറബി ഭാഷാ സമരത്തിന് നേരെ പോലീസ് വെടിവെപ്പുണ്ടായി. 3 ആളാണ് മരിച്ചെന്ന് കേൾക്കുന്നത്. നമ്മൾ വരണ വഴിക്ക് കുറച്ച് മലപ്പുറത്തുകാരെ കണ്ടാണല്ലോ. എന്നിട്ട് അവരൊന്നും പറഞ്ഞില്ല. ഇത് ഇന്ന് നടന്ന സംഭവമാണ്. നാട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ അവിടെ ഉള്ളവരെക്കാളും എപ്രാളം ഇവിടെ ജീവിക്കുന്ന നമുക്കാ. നിങ്ങളോട് എത്ര കാലായിട്ടോ ബിസിനസ് ചോദിക്കുന്നത്? അല്ലേലും എന്റെ കുടുംബത്തിലെ ആൾക്കാരോട് നിങ്ങൾ അങ്ങനെയാണല്ലോ. എന്താ മമ്മാലിക്ക അവസ്ഥ പറയണേ? ഏയ് ഒന്നുമില്ല. എന്റെ പുറകെ പോവാനോ എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ കൂടെ നിൽക്കാനോ എനക്കും ബോധി ഉണ്ടാവില്ലേ?
കെട്ടി കെട്ടുക എന്ന് പറയുന്നത് ഒരു കലയാണ്. അപ്പൊ നിങ്ങൾ കലാകാരനാണല്ലേ? ആ, നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ ഈ തയ്ക്കാൻ കൊടുത്ത് പാന്റ് ഷർട്ട് വാങ്ങാൻ പോയതാ. കിട്ടാൻ കുറച്ച് വൈകി. ആഹാ, നിങ്ങളങ്ങ് പുയ്യാപ്പിളയായല്ലോ. എത്ര ജോഡി വാങ്ങി? 4 ഷർട്ടും 3 പാന്റും. ഈ ഷൂസും ബെൽറ്റും ഒന്നും വാങ്ങിയില്ല? അതൊക്കെ എപ്പോഴേ റെഡി. അപ്പൊ കൂളിംഗ് ക്ലാസ്സാ? എന്റെ ഉണ്ട്, ഞാൻ തരാം. ഓ, പക്ഷേ തിരിച്ചു വരുമ്പോ ഇങ്ങ തന്നെ. ആയിക്കോട്ടെ. ഇതൊക്കെ വെച്ച് നാട്ടിലൂടെ നടക്കുമ്പോ നാട്ടുകാരെ വിചാരം 24 മണിക്കൂർ ഇതൊക്കെ ഇട്ടാ നമ്മളിവിടെ ജീവിക്കുന്നതെന്നാ. അവർക്കറിയില്ലല്ലോ നാട് വിട്ടതുകൊണ്ട് നേട്ടങ്ങളേ ഉള്ളൂ എന്ന് അവരെ ബോധിപ്പിക്കാനുള്ള തന്ത്രപ്പാടാണെന്ന്. ഒരു തരം പകപോക്കല്. ഇത് നജീബിനുള്ളതാ, ഇത് നിനക്ക്. എന്താ ഇത്? ഇത് കുറച്ച് പിസ്തയാ. ഇതൊക്കെ ഇങ്ങനെ കടയിലിരിക്കുന്നത് കണ്ടിട്ടുണ്ടോന്നല്ലാതെ ഞാനിതൊന്നും വാങ്ങിച്ചു കഴിച്ചിട്ടില്ല. നാരായണ, ഇത് കുറച്ച് മുട്ടായിയാ. ഇതെന്റെ വീട്ടിൽ കൊടുക്കണം. നിങ്ങളൊക്കെ ഇത് വാങ്ങി തരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിതൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കില്ലായിരുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, 3 വർഷത്തെ മണൽ ജീവിതത്തിന് ശേഷം വിവാഹാനന്തരം ആദ്യമായി നാട്ടിലേക്ക് പോകുന്ന നമ്മുടെ പള്ളിക്കൽ നാരായണന് നമ്മൾ സഹമുറിയന്മാർ നൽകുന്ന ഒരു ഉപഹാരം നൽകുവാൻ വേണ്ടി മമ്മാലിക്ക് ഹാർദവമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്തിനാ ഇതൊക്കെ? നമ്മുടെ ഒരു മാമൂല. ഈ ഒരു ഒറ്റ പ്രതീക്ഷയിലാണ് ഡിസംബറിൽ എന്റെ പോക്ക് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നാളെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എയർപോർട്ടിലേക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കുറച്ച് വലുതായിട്ട് എഴുതേണ്ട ജോയി. ദുബായ്, ബോംബെ, പള്ളിക്കൽ നാരായണൻ. क्या लाए हो मेरे भाई? ये नहीं चलेगा. एक मिनट, नाम क्या है तुम्हारा? नारायण. उधर आ जाओ. आओ. क्या है इसमें? घर के लिए कुछ सामान है, कपड़ा वगैरह. ऊपर रखो. खोलो. सर, एक बार खोले तो दोबारा रखना मुश्किल है सर. क्या है इसमें? कोई कीमती आइटम्स नहीं है सर. सोना, बिस्किट? कुछ भी नहीं सर. अच्छा, खोलो. सर खोलो बोला ना. अरे रखना. खोल. ये तो बहुत आइटम है, ज्यादा ड्यूटी लगेगी. सब छोटा मोटा आइटम्स है सर. दिराम है क्या? और एक दे. ठीक है चल. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആട് തന്നെ. അതിന് പകരം വെക്കാൻ വേറൊന്നുമില്ല. നാരായണനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അവിടെ ആൾക്കാരുടെ ബഹളമായിരുന്നു. കാറിന്റെ സ്ഥലമില്ല എന്ന് പറഞ്ഞ് ഞാൻ എല്ലാരും ഒഴിവാക്കിയായിരുന്നു. ദുബായിൽ നിന്ന് ബോംബെയിലെത്താൻ ഒരു പ്രയാസമില്ല. ബോംബെയിൽ നിന്ന് നാട്ടിലെത്താനാ പാട്. ടങ്കർ മഹല്ല എന്ന് പറഞ്ഞ ബോംബെയിൽ ഒരു സ്ഥലമുണ്ട്. ഒരു ദിവസം അവിടെ താമസിച്ചു. ഈ ബോംബായി എന്ന് പറയുന്നത് വല്ലാത്തൊരു സ്ഥലം തന്നെയല്ലേ. നമ്മുടെ കൊക്കാലയിലെ ഹമീദിന്റെ അനുജനെ പരിചയം നടിച്ച ഒരാള് ടാക്സിയിൽ കൊണ്ടുപോയി. ഒക്കെ കൊള്ളയടിച്ചു. ആ, ജീവൻ തിരിച്ചു കിട്ടി തന്നെ ഭാഗ്യം. നമ്മുടെ പെട്ടിയുടെ പുറത്ത് നമ്മൾ പേരെഴുതി വെക്കില്ലേ, അത് വായിച്ചിട്ട് ചിലര് നമ്മുടെ പേര് വിളിച്ച് സംസാരിക്കും. നമ്മൾ ഞെട്ടും. അടുത്ത് തന്നെ ദുബായ് നേരിട്ട് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങാൻ പറയണ്ടല്ലോ. വന്നാ പറയാ വന്നൂന്ന്. നമ്മടെ നാടല്ലേ. അത് ശരിയാ. ആ, ഇവിടെ നിർത്തിക്കോ, ഇവിടെ നിർത്തിക്കോ.
യമുന ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടാ? ഹംസ എവിടെ? മില്ലില് ജോലിക്ക് പോയിക്കാ. ബഷീർ അല്ലേ ഇത്? ആ പിന്നെ പെണ്ണ് കിട്ടിക്കാറായല്ലോ. മോനെ നാരായണ. അമ്മേ അളയാ തടി വെച്ചോല്ലടാ. നല്ല തീറ്റ ചേട്ടാ. നീ എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങി വന്നു? ഞാൻ അങ്ങോട്ടല്ലേ വരുന്നു. ഞാനത് പറഞ്ഞതാളി അവളോട്. ആ ഞാൻ പിടിക്കളി. സ്മിതക്കുട്ടി സുഖല്ലേ എടുത്തി? ഓ സുഖം. അല്ല നിങ്ങൾ 8 മണിക്ക് പോകണമെന്നല്ലേ പറഞ്ഞ എയർപോർട്ടിലേക്ക്? ഞാൻ 2 മണിക്കൂർ നേരത്തെ ഇറങ്ങിപ്പോയി സുധാരാ. നീ പ്രശ്നമാക്കണ്ട. ഉണ്ടാക്കുമ്പോ നമുക്ക് ഒരുമിച്ച് പോവാ പോരെ? അളിയെന്ന് പ്രമാണിച്ചേ 5 ദിവസം കട അടച്ചിട്ടാണ് വന്നേക്കണേ. നീയതൊന്നും പിടിക്കണണ്ട. ഇതൊക്കെ ഓരോ കൂട്ടുകാരന്മാരെ വീട്ടിൽ കൊടുക്കാനുള്ള എടുത്തു വെച്ചോ. കൂട്ടുകാരന്മാർക്ക് കൊടുക്കാനുള്ളോ? നീ അതെന്താ ഏട്ടാ? പിസ്തയാ പൊട്ടിച്ചിലിറങ്ങി കൊടുക്കും. നമസ്കാരം. ഇത് എത്ര നേരമായി ബാല നിങ്ങളെയും കാത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്? കടയിൽ ഇത്തിരി തിരക്കായിരുന്നു ആരാണ്. ഓണൊക്കെ അല്ലേ. ഞാൻ വിളിച്ചേരണ. നിങ്ങളൊന്ന് തടിച്ചോ? കുറച്ച്. ഇത് ആൺകുട്ടികൾക്കുള്ള ഷർട്ടിന്റെ തുണിയാ. ഇവൻ എത്ര വേണം? 1 മീറ്റർ മതിയോ? 3, 4, 5. 5 മീറ്റർ മുറിച്ചോ. അല്ല നീ രമേശിനെ കൂട്ടിയ മോനെ? അവന് നമുക്ക് വലിയ ആൾക്കാർക്കുള്ള തുണി നിൽക്കാം. ഇതാടാ എടി നാരായണ കൊടുക്ക്. ഏട്ടൻ എന്തിനാമ്മ ഇതൊക്കെ? 24 മണിക്കൂർ ഇത് തന്നെയല്ലേ ഏട്ടൻ അവിടെ കഴിക്കുന്നത്? ഞങ്ങളും അറിയട്ടെ ഇതിന്റെ ഒക്കെ ഒരു രുചി. ഇല്ല അതെ. മുറൂട്ട സ്പ്രേ. ഏട്ടൻ ഹീറോ പേന. ഏടത്തമ്മയ്ക്ക് ഒരു സാരി. ഇനി പുഷ്പയ്ക്ക് ഒരു സാരി. ഞങ്ങള് 2 സ്ത്രീകൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് ഓർമ്മിച്ചൂടെ നിങ്ങൾക്ക്? ഇടക്ക് ചന്ദ്രനല്ലാതെ വേറെ ആരാ ഇങ്ങോട്ട് വരാറില്ലേ? ഞങ്ങൾക്ക് എങ്ങനെ തോന്നുമ്പോ ഇറങ്ങി വരാൻ പറ്റുമോ? പെണ്ണുങ്ങളല്ലേ. നീ അകത്ത് എവിടെയെങ്കിലും പോയിരുന്നോ? പവിത്രം കാണണ്ട. ഞങ്ങളും 2-3 പറ്റ ആൾക്കാരാ. പക്ഷെ പവിത്രനെ പോലൊരു ശ്രദ്ധ ഇവിടെ ആർക്കും കണ്ടിട്ടില്ല. പുഷ്പേ നീ മുളകിട്ട് വെച്ചാ മതി. അതാ നാരനായിട്ട് ഇഷ്ടം. മോളെ സുധാകരനും പവിക്കും ചായ കൊടുക്ക. സുധിയെ പ്രസവിക്കുന്ന സമയത്തെ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് 2 മാസം സുധാകരേട്ടൻ ഈ വഴിക്ക് വന്നിട്ടില്ല. നമ്മളെ അമ്പലത്തിലെ പൂജാരി ഇല്ലേ, എന്നും നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. ഒരു ഷർട്ടിന്റെ തുണിയെങ്കിലും കൊടുക്കണ്ടേ? കൊടുക്കാലോ. കല്യാണത്തിന് പലർക്കായിട്ട് എത്തിക്കാനുള്ള കത്തുകളാ. ചിലത് പോസ്റ്റ് ചെയ്താൽ മതി, ചിലത് ഞാൻ തന്നെ കൊണ്ട് കൊടുക്കും. നീ അവിടെ നൗഷാദ് കൊടുങ്ങല്ലൂർ എന്നെഴുതിയൊരു പൊതിയുണ്ട്, അതിങ്ങെടുത്തുക.
നൗഷാദ്, ഫാത്തിമ മൻസിൽ, കൊടുങ്ങല്ലൂർ. ഇത് ഈ നൗഷാദിനുള്ളതാ. അവരൊക്കെ കണ്ട നിനക്കൊന്നും കിട്ടൂല, അതുകൊണ്ടാ മാറ്റി വെച്ചത്. അമ്മ പറഞ്ഞു നിന്റെ വീട്ടുകാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാം. നിന്റെ അച്ഛൻ പറഞ്ഞ കൊടയും ടോർച്ചും ഒക്കെ മാറ്റിട്ടുണ്ട്. നാരായണേട്ടൻ വിചാരിച്ച നമ്മുടെ രമേശിനെ ദുബായ് കൊണ്ടുപോകാൻ പറ്റൂലേ? എപ്പോഴാ വന്നേ? ഒരു ദിവസമായി. അടുത്ത ആഴ്ച പറ്റുമ്പോഴൊന്നും തീർക്കണട്ടാ. ശരിയാകട്ടെ. ആ നീ എത്തിന്ന് കേക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച 2 വീട്ടില് കെട്ടോളി കെട്ടിപ്പിടിച്ച് കിടക്കല്ലേ. കാണാൻ കിട്ടണില്ലെന്നാ വീട്ടുകാർ പറയണേ. പുലർച്ചെ ഇറങ്ങും, തിരിച്ചെത്തുമ്പോ രാത്രിയാവും. ഓരോരുത്തർക്ക് ഏൽപ്പിച്ച സാധനങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലെത്തിച്ചു വരുമ്പോഴേക്കും അതന്നെ ഇപ്പൊ 2 ആഴ്ചയായിട്ട് പണി. നാളിന്റെ വീട്ടിൽ പോകുമ്പോൾ സമയം കിട്ടിയിട്ടില്ല. ഇത് നിനക്കുള്ള. ഈ കഴിഞ്ഞ 16 വർഷത്തിനുള്ളിൽ നീ ഇത് 5ാമത്തെ 6ാമത്തെ തവണ വരുന്നത്. ഓരോ തവണ വരുമ്പോൾ ഓരോ സാധനങ്ങളും തരും. ഇതെന്തായാലും സുഖമുള്ള ഏർപ്പാടാട്ടാ. അതെ എന്നെ പോലത്തുള്ളവർക്ക് അവിടെ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇതുപോലത്തെ ഒരു കട നാട്ടിലുണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടും പോയി. അങ്ങനെ നമ്മുടെ വേലായുധേട്ടനെ കാണാറുണ്ട്. ആര്? ലാഞ്ചിയാ? ആളിവിടെയൊക്കെ തന്നെ ഉണ്ട്. മസ്കറ്റിനടുത്ത് വെച്ച് കപ്പലിനെന്തോ തകരാറ് വന്നതാ. നന്നാക്കാൻ ആളെ കൊണ്ടുവരുമ്പോഴേക്കും കാറ്റ് വന്ന് കപ്പൽ കൊണ്ടുപോയി. അത് പോയി ഒരു പാറയമേൽ ഇടിച്ചിട്ട് കപ്പലും പോയി, അതിലുണ്ടായിരുന്ന ചരക്കും പോയി, ഒക്കെ പോയി. ഇപ്പൊ പഴയ പ്രതാപമൊന്നുമില്ല. നാരായണനോ? ദേ നമ്മുടെ നാരായണ. ഇനിയിപ്പോ നിങ്ങൾ സിസ്റ്റർ വാങ്ങിക്കണ്ട. കച്ചവടം പോയി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നമുക്കിങ്ങനെ എണ്ണിച്ചുട്ടപ്പം പോലെ കുറച്ച് ദിവസം അവധിയല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്ത് വിശേഷം? നീ നമ്മുടെ ഫുട്ബോൾ ക്വാർട്ടറിലേക്ക് ഒന്ന് വാ. ഇക്കൊല്ലം ഞങ്ങളൊരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നുണ്ട്. വിന്നേഴ്സുള്ള ട്രോഫി നിന്റെ വക. നിന്റെ അച്ഛന്റെ മെമ്മോറിയലാക്കിക്കോ എവർ റോളിംഗ് ട്രോഫി. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. നിങ്ങളിപ്പോ എങ്ങോട്ടാ? തൃശ്ശൂർ ജോസിലെ ജയന്റെ കരിമ്പന കളിക്കുന്നുണ്ട്. ഞങ്ങൾ അത് കാണാൻ പോവാ. എന്നാ പിന്നെ ഞാനും വരാം. സിനിമ കണ്ടു കുറെ. ഞാനൊന്ന് പോയിട്ട് വരടാ. ലോനെ വാ. പോയി വന്നിട്ട് കഥ പറഞ്ഞു തരണട്ടാ. എന്താ രണ്ടെല്ലാം പരിപാടി? നമ്മളെ വരിക്കപ്ലാവിലെ ചക്ക. നീ ഇതൊക്കെ കണ്ടിട്ടും കഴിച്ചിട്ടും കൊറേ കാലായില്ലേ? എങ്ങനെയുണ്ട് പ്രഭാകരന്? മണിപ്പാലിൽ നല്ല ഡോക്ടർമാരുണ്ടെന്നാ പറയണേ. അവിടെ കൊണ്ടുപോയി കാണിച്ചാലോ എന്ന് ആലോചിക്കാം. ചന്ദ്രൻ നിന്നെ അന്വേഷിക്കണ്ടായിരുന്നു.
നീ നാരായണ ഒരു ചായ കൊടുക്ക്. ഈ കൊത്ത് ആ ഭാഗത്തൊക്കെയുള്ള പുല്ലൊക്കെ കണ്ടില്ലേ? നല്ലോണം ആഴത്തിൽ വിട്ട്. ആ എത്ര വേഗത്തിലെ കാടും മുറലൊക്കെ കയറുന്നു. ഏട്ടാ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ആ പറഞ്ഞ് നിനക്ക് തിരിച്ചു പോകാനുള്ള സമയമായില്ലേ? തേങ്ങാപ്പാട്ടും കുരുമുളക് പാട്ടും കൊണ്ടൊന്നും ഇന്നത്തെ കഥ ജീവിക്കാൻ പറ്റില്ലടാ. ഞാൻ വിചാരിക്കുക ഒരു പലചരക്ക് കട തുടങ്ങിയാലോ. ജലജയുടെ കുടുംബത്തിൽ ഒരാൾ കടമുറി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവളുടെ കുറച്ച് സ്വർണം വെക്കാം. നീ എനിക്ക് 25,000 രൂപ തരണം. 25,000 രൂപ? നീ വിചാരിച്ചാൽ നടക്കും. ഈ വീടിപ്പോ നമ്മൾ രണ്ടാളുടെ പേരിലല്ലേ. എനിക്കിപ്പോ ഒരു വീടിന്റെ ആവശ്യമില്ല. ജലജ ഒറ്റ മോളായതുകൊണ്ട് വീട് അവളുടെ പേരില്ല. മാത്രമല്ല ഇതിനിങ്ങനെ വീടാക്കി മാറ്റി നിന്റെ അധ്വാനല്ലേ. ഞാൻ എന്താ വെച്ചാൽ ചെയ്യാം. നീ എത്രയും പെട്ടെന്ന് എനിക്ക് 25,000 രൂപ അയച്ചു തരണം. ഇതാ മൊയ്തീന്റെ വീട്ടിൽ നിന്ന് മാത്രം കൊടുത്തയച്ച സാധനങ്ങളാണ്. ഈ പലഹാരങ്ങൾ മുഴുവൻ കൊണ്ടുപോകണമെങ്കിൽ വേറൊരു പെട്ടി കൂടെ വേണ്ടി വരും. നാരായണ, ഉമിക്കരുത് മതിയോ മോനെ? പിന്നെ കുറച്ച് അവില് വിളയിച്ച് ഞാൻ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ട്രെയിനിൽ കഴിക്കാനുള്ള ഭക്ഷണം കാലത്തുണ്ടാക്കാം. അമ്മ ഒരിടത്ത് ഇരുന്നോളൂ, അതൊക്കെ അവര് ചെയ്തോളും. നമ്മുടെ ലോനപ്പന്റെ കടയിലേറെ കൊടുത്തിട്ട് പോയതാ. ആ എന്റെ കൂടെ താമസിക്കുന്ന ഒരുത്തിന്റെ വീട്ടിൽ നിന്നാ. കൊണ്ടുപോകാനുള്ള കത്തുകൾ കൊടുത്തു വെച്ചേക്കാം. ഉറങ്ങിയോ? ഏയ് വെറുതെ കിടന്നുള്ളൂ. വരുന്നതിന് മുമ്പ് എന്തൊക്കെയാ പറഞ്ഞിരുന്നേ? എനിക്കൊന്നും ശരിക്കും മിണ്ടാനും കൂടെ കിട്ടിയില്ല നാരായണേട്ടന്. ഇഷ്ടം ഉണ്ടായിട്ടല്ലോ മടങ്ങി പോകുന്നത്. അറക്കാൻ കൊണ്ടുവന്ന മാടിന്റെ മനസ്സാ തിരിച്ചു പോകുമ്പോ. എന്നാ പിന്നെ പോവാതിരുന്നൂടെ? പോകാതെ പറ്റില്ലല്ലോ. കയ്യിൽ പറ്റിയ ചക്കമളത്തിന്റെ കൂട്ടാ പേർഷ്യക്കാരന്റെ ജീവിതം. എത്ര തെറിപ്പിച്ചാലും പോകില്ല. അമ്മ ഉറങ്ങിയോ? ഞാനിന്ന് പോയി നോക്കിയിട്ട് വരാം. ഇരിക്കും മോനെ. തിരിച്ചു പോക്കിന്റെ തലേ രാത്രി നിനക്കൊരിക്കലും ഉറങ്ങാൻ പറ്റാറില്ലല്ലോ. ഞാൻ അമ്മയോട് കുറച്ചു നേരം ഇവിടെ കിടന്നോട്ടെ. ദുബായിലെ മുറിയിൽ കണ്ണടച്ച് കിടക്കുമ്പോൾ അമ്മ ഇതുപോലെ അടുത്തുള്ള പോലെ തോന്നും. ഇനി ഒരു പ്രാവശ്യം കൂടെ പോയാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. കഴിഞ്ഞ തവണയും ഇത് തന്നെയല്ലേ നീ പറഞ്ഞത്? നാട്ടിലുള്ളവർക്കൊക്കെ എന്നും കുടുംബത്തോടെ കഴിയാൻ പറ്റുന്നുണ്ടോ? അവിടെ ചെന്ന് കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും എല്ലാം മറക്കും. അല്ലെങ്കിൽ തന്നെ അവിടെ ഇതൊക്കെ ഓർക്കാൻ എവിടെ സമയം? നീ അധികം ഓടുകയും ചാടുകയൊന്നും വേണ്ട. ആ ബാഗ് കൊടുക്കാം. പണിപ്പാലും കൂടെ നോക്കാം. ഒക്കെ ശരിയോടി. മിതക്കുട്ടി മാമൻ പോയിട്ട് വരാട്ടോ. മോനെ, ഇറങ്ങട്ടെ. അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കണ്ട, ഇവിടെ നിന്നാ മതി. നന്നായി നോക്കാണ്ടല്ലേ? ഇത് വെച്ചോ. പോട്ടെ. ഓക്കെ.
लक्ष्मण 106 में एक चाय देना। सुबह 5:30 का फ्लाइट है, एयरपोर्ट जाने के लिए कोई बिस्मिल है? 12 बजे का एक बस है, अगर उसमें जाने का है तो 11:30 बजे आके यहाँ बैठना पड़ेगा। अगर नहीं मिला तो फिर मुझे मत बोलना। अस्सलाम वालेकुम मुस्तफा। वालेकुम सलाम। ये है वो आदमी, ये നിങ്ങൾ തലശ്ശേരിക്കാ? അതെ. എൻ്റെ പേര് മജീദ്, കതിരൂരാ വീട്. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യോ? ഇതൊന്ന് നാട്ടിൽ കൊടുക്കോ. ഒരു പാവക്കുട്ടിയാണ്. തലശ്ശേരി ബസ് സ്റ്റാൻഡ് മുന്നിൽ എൻ്റെ ഒരു ചങ്ങായിൻ്റെ കടയുണ്ട്, ആടെ കൊടുത്താൽ മതി. ഓൻ്റെ അഡ്രസ്സ് ഇതിൻ്റെ മേലെയുണ്ട്. ഈ കട എനിക്കറിയാം, കൊടുക്കാം. ഒരു ഉപകാരം കൂടി ചെയ്യണം. ആടെ നിന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാനത് ബോംബെയിൽ നിന്ന് തന്നെയാന്ന് പറയറേ, ദുബായിൽ നിന്ന് തന്നെയാന്ന് പറയണം. ഓ, പറയാം. അതെ, എന്തു പറ്റി? ഒരേം പറമ്പ് പണയം വെച്ച് ഉമ്മാന്റെയും ഭാര്യന്റെ സ്വർണവും വിറ്റ് അക്കരിക്ക പോവാൻ ഏജന്റിന് പണം കൊടുത്തതാ. വീട് എത്തിയപ്പോൾ അയാൾ മുങ്ങി. ഈ വിവരം പോരയിലറിഞ്ഞ അവിടെ കൂട്ട ആത്മഹത്യ നടക്കും. എൻ്റെ മോൾ ആയിഷ പറഞ്ഞിരുന്നു, ഉപ്പ ദുബായിലെത്തിയ ഓക്കൊരു കണ്ണു ചിമ്മി തുറക്കുന്ന പാവക്കുട്ടിയെ കൊടുത്തയക്കാൻ. ഈ ടെങ്കർ മുകളിൽ ഏത് ദുബായ് സാധനം വേണമെങ്കിലും കിട്ടും. ഇപ്പോൾ ഈ തെരുവിൽ ബാർബാര ചെയ്ത് ജീവിക്കാം. ഒരു ചായക്ക് 2 പൈസ കമ്മീഷൻ. സാരമില്ല ചങ്ങാതി, ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും. പടച്ചോനോടുള്ള വിശ്വാസം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. എത്രത്തോളം ദൈവം നമ്മളെ പരീക്ഷിക്കുന്നുവോ അത്രത്തോളം നാളത്തേക്കുള്ള കരുതലുണ്ടാവും. ചങ്ങാതി, എയർപോർട്ടിലെത്താൻ എനിക്കിത് മതി. വെച്ചോളൂ. അയ്യോ വേണ്ട, വെച്ചോളൂ. ശരി. നിങ്ങളെ പേരെന്താ? എന്തിനാ? ചെറുപ്പത്തിൽ മദ്രസയിൽ വെച്ച് പടച്ചോന്റെ പല പേരുകൾ കാണാണ്ട് പഠിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ പേരുണ്ടോന്ന് അറിയാനാ. എന്റെ പേര് നാരായണൻ. ഉപ്പ് വരുമ്പോ എനക്കൊരു കളർ കൂടെ മാറിക്കൊണ്ടല്ലേ. എന്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം കണ്ണൂര് കോട്ട കാണാൻ പോകുന്നു. ആഹാ, നാട്ടിൽ നിന്ന് വന്ന ദിവസമല്ലേ ആയുള്ളൂ, പുതിയ പെട്ടിയൊക്കെ വാങ്ങിയല്ലോ. സബ്കേലെ ഫുട്പാത്തിൽ നിന്ന് വില കുറച്ച് കിട്ടിയപ്പോൾ വാങ്ങിയതാ. 2 അല്ലെങ്കിൽ 3 കൊല്ലം തിരിച്ചു പോകാനുള്ള പെട്ടി കഴിഞ്ഞു. ഇനിയിപ്പോ നാളെ മുതൽ ഇത് നിറച്ചു തുടങ്ങണം. കാക്ക കൂടുകൂട്ടണ പോലെയല്ലേ നമ്മൾ പെട്ടി നിറയ്ക്കണേ. ഇതൊക്കെ കൊണ്ടു കൊടുത്താലും വീട്ടുകാരുടെ പരിഭവം പരാതിയും തീരില്ല. വലിപ്പം കൂടിപ്പോയി അല്ലെങ്കിൽ കുറഞ്ഞുപോയി. എനിക്ക് കിട്ടിയില്ല, അവൾക്ക് കിട്ടി. ഇതൊക്കെ കേട്ട് നമുക്ക് ഈ പണി നിർത്താൻ പറ്റുമോ? അതും ഇല്ല. നീ ഇത് എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ ദേര വഴി കറങ്ങി ഒരു പെട്ടി വാങ്ങി. ഒന്നീ വന്നേ. എന്താ, നീ ഒന്ന് ജോലിക്ക് പോയി? ഇല്ല, ഞാൻ നേരത്തെ ഇറങ്ങി. വരൂ, വാ. എന്താ? നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്. എവിടെ? വാന്നേ. എന്താ എന്താ പ്രശ്നം? നാട്ടിൽ നിന്നുള്ള വിവരാ. നമ്മുടെ നാരായണന്റെ ഇതിപ്പോ എല്ലാം കഴിഞ്ഞിട്ട് 3-4 ദിവസമായി. നീ വാ, നമുക്ക് മുറിയിലേക്ക് പോവാം. പോയിക്കോ, ഞാൻ വന്നോളാം. അതല്ല, നീ ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കണ്ട. എനിക്കൊരു കുഴപ്പമില്ല, ഇത് പോയിക്കോ, ഞാൻ വന്നോളാം. കുറച്ചു നേരം ഒറ്റക്കിരിക്കട്ടെ.
ഒന്ന് ശരി. എന്താ മോനെ? നജീബ് വിളിച്ചിരുന്ന നാളെ പുലർച്ചെ 3:30ക്കുള്ള ഫ്ലൈറ്റിന് അവിടുന്ന് പുറപ്പെടും. നെടുമ്പാശ്ശേരി എത്തുമ്പോൾ ഒരു 9 മണിയാവും. ഇവിടെ എത്തുമ്പോഴേക്കും ഉച്ച കഴിയുമായിരിക്കും. രണ്ടുപേരും കളിയാണല്ലോ, പഠിക്കാനൊന്നുമില്ലേ? നാരായണേട്ടൻ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയും കാലം നിങ്ങളെ വിളിച്ചു പറഞ്ഞും നിങ്ങൾ കുറെ പേര് കൂട്ടാമെന്നല്ലേ വന്നത്. ഇത്തവണ ഇങ്ങനെ ആട്ടം തീരും. മിനിഞ്ഞാന്ന് വിളിച്ചപ്പോഴും ഒന്നും പറഞ്ഞില്ല. എന്നാ ഞാൻ തിരിച്ചു പോയിക്കോളാം. അങ്ങനെ അല്ല, ഇങ്ങോട്ട് വരുന്ന കാര്യം തന്നെ തീരുമാനിച്ചത് ഇന്നലെയാ. പിന്നെ എങ്ങനെയാ മിനിഞ്ഞാന്ന് വിളിച്ചു പറയുന്നേ? അച്ഛാ ഞാൻ പറഞ്ഞ ഓട്ടോറിക്ഷ വാങ്ങിച്ചോണ്ടെന്ന് അച്ഛാ. നമുക്ക് വാങ്ങിക്കടാ. കഴിഞ്ഞ അവള് കൊണ്ടുവന്ന ബോളെ കിണറ്റില്ല, അതെടുത്തോട് തന്നെ ഞാൻ മടുത്തു. ആ കിണറ്റിലൊരു വല മേടിച്ചിടാൻ പറഞ്ഞിട്ട് എത്ര നാളായി? എന്റെ ഈശ്വര നാരായണേട്ടാ, നീ പിന്നെ ക്ഷണിച്ചോടി. ഇല്ല ഏട്ടന് വെറുതെ തോന്നണതാ. എങ്ങനെയാണ് നിന്റെ കമ്പ്യൂട്ടർ പഠിത്തം? കുഴപ്പമില്ല. കുഴപ്പമുണ്ടാക്കാനാണോ പഠിക്കാൻ പോകുന്നത്? ഇത് എപ്പോ നോക്കിയാലും നിന്റെ കയ്യിലുണ്ടല്ലോ. ഇത് നിർത്താറായി. വാ. രണ്ടുപേരും നിർമ്മലയിടത്തിയുടെ കൂടെ കിടന്നു. സതീഷിനെ നിർമ്മലയിടത്തി എന്ന് പറഞ്ഞ വലിയ കാര്യ. എല്ലാവർക്കും ഒന്നും കൊണ്ടുവന്നില്ല എന്നുള്ള പരാതി ഉണ്ട് കേട്ടോ. വന്നു പോയിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. എല്ലാവർക്കും കൈ നിറയെ കൊടുത്തല്ലേ. എന്നാലും വന്നത് ദുബായിൽ നിന്നാണല്ലോ. ഞാനെന്തിന് ദുബായിലെ ഫുട്പാത്തിൽ നിന്ന് പെറുക്കെടുക്കുന്നൊന്നുമല്ല, കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കണതാ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. വിസ പുതുക്കാനുള്ള സമയമായി. അതിന് തന്നെ വലിയൊരു തുക വേണം. ശമ്പളത്തിന്റെ കാര്യമൊന്നും പറയണ്ട. നീ ഇപ്പൊ ആരോടും പറയാനൊന്നും നിൽക്കണ്ട. ഞാൻ വന്നത് വിസ മാറ്റാനൊന്നുമല്ല. ഞാൻ തിരിച്ചു പോകണമെന്നില്ല. ഒന്നുമില്ലല്ലോ, ഒരു ദുബായ്ക്കാരന്റെ ഭാര്യ എന്നുള്ളൊരു പേരെങ്കിലും എനിക്കുണ്ടായിരുന്നു. ഇനിയിപ്പോ അതും ഉണ്ടാവില്ല അല്ലേ? അപ്പൊ ഞാൻ തിരിച്ചു പോണെന്നാ നീ പറയണേ? ഞാനും മക്കളും മാത്രല്ല, ഭർത്താവ് മരിച്ച നിങ്ങളുടെ സഹോദരിയും അവരുടെ മകളും ഈ വീട്ടിലുണ്ട്. അവരൊക്കെ ഇനി എങ്ങനെ ജീവിക്കും? കച്ചവടത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നമ്മളെക്കാളും നന്നായിട്ട് ചന്ദ്രേട്ടനും കുടുംബം ജീവിക്കണില്ലേ? നിങ്ങൾ എന്താ നാട്ടിൽ കച്ചവടം തുടങ്ങാൻ പോവാ? എനിക്ക് പറ്റിയ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. എത്ര നാളാ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. പഴയതുപോലുള്ള ആരോഗ്യവും ഇല്ല. എനിക്കില്ലേ നാട്ടിലെ കുടുംബത്തോടൊത്ത് ജീവിക്കണമെന്നുള്ള ആഗ്രഹം. നാരായണേട്ടന് ഇഷ്ടമില്ല അച്ഛാ. എവിടേക്കും പോകണ്ട, നമുക്കുള്ളത് കഴിച്ച് ഇവിടെ ജീവിക്കാം. തിരിച്ചു പോകുന്നില്ലെന്നൊന്നും നീ ഇപ്പം ആരോടും പറയാൻ നിൽക്കണ്ട. പുതിയ വിസ വരാൻ കാത്തിരിക്കാന്ന് പറഞ്ഞാൽ മതി. എത്രയും പെട്ടെന്ന് നാട്ടിൽ എന്തെങ്കിലും ഒരു ഏർപ്പാട് കണ്ടുപിടിക്കണം. ഇത്രയും ശബ്ദത്തിൽ TV ഓൺ ചെയ്ത് അകത്ത് കയറിയിരുന്നാലേ പുറത്തൊന്നും വല്ല എടുത്തോണ്ടോ അറിയില്ലല്ലോ. ചെറിയ മാവൻ കൊണ്ടുവന്നതാ അനിയത്തിപ്രാവിന്റെ വീഡിയോ കാസറ്റ്. ഓ, എന്നിട്ട് നാരായണൻ എവിടെ? പുറത്തുണ്ടായിരുന്നല്ലോ. ഓ, കണ്ടില്ലേ? ചന്ദ്രേട്ടാ, നീ വന്ന കാര്യം ഞാൻ കാലത്ത് അറിഞ്ഞത്. ഇതെന്റെ കലപരിപാടി. ഞങ്ങൾ ഈ കിണറൊക്കെ ഒന്ന് വൃത്തിയാക്കായിരുന്നു. അവിടെ ഒരു വല കിട്ടി. ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. അല്ല, എന്റെ മുന്നറിയിപ്പ് നല്ലത് പെട്ടെന്ന്. അങ്ങനെയൊന്നുമില്ല, വിസ പുതുക്കാൻ സമയമായി. അപ്പൊ ഒന്ന് വീട്ടിലൊന്ന് വന്നിട്ട് വന്നു. മുറ്റത്തെന്താ ശബ്ദം കേട്ടിട്ട് ഇറങ്ങി നോക്കിയതാ. അപ്പൊ ഇത് ആണ്ടെന്തിക്കണെന്ന് ആരാണേട്ടൻ? ഞങ്ങൾ കുറച്ച് കച്ചവടക്കാരായിരുന്നു, മലയ്ക്ക് പോയതാ. ഇന്ന് കാലത്തെത്തിയത്. കുറച്ച് വീട് സാധനങ്ങളാ അകത്തോണ്ട് വെച്ചു. അരവണയാ. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കായിരുന്നു. കുറച്ച് ദിവസം കാണില്ല നാട്ടില്.
വിസ പുതുക്കാൻ കുറച്ച് സമയം എടുക്കും. നന്നായി. എന്താ നമ്മുടെ സ്മിതമോൾക്ക് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അവൻ ഇവിടെ എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. എവിടത്തേരാ? ഇവരടുത്തുള്ളതാ. പയ്യന് തിരുവനന്തപുരത്ത് സെക്രട്ടറിയുടെ ജോലി. കേട്ടിടത്തോളം നല്ല കൂട്ടക്കാരാ. പിന്നെന്താ ഇത്ര ആലോചിക്കാൻ? എത്രയും പെട്ടെന്ന് അവരോട് വരാൻ പറ. ഈ കല്യാണം ഞാൻ ഏതായാലും കൂടും. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടും പോകുന്നു. നാരായണൻ ഇത് എത്ര കൊല്ലായി ദുബായില്? ഞാനൊരു 10-32 കൊല്ലേക്കണം. ഈ നാട്ടിൽ നിന്ന് ആദ്യം പേർഷ്യയിൽ പോയ ആളാ നാരായണൻ. നമ്മുടെ വേലായുധേട്ടന്റെ ലാഞ്ചിയില് അന്ന് പോയവരൊക്കെ രക്ഷപ്പെട്ടു. ഭാര്യയും മക്കളൊക്കെ നാട്ടിൽ തന്നെയാ? അത് ദുബായിലോ? അവര് നാട്ടിൽ തന്നെയാ. അരുണേ, ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥര് ഒരു 5 കൊല്ലം ലീവൊക്കെ എടുത്ത് ഗൾഫിൽ പോണത് ഒരു ഫാഷനാ. അങ്ങനെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം. ഏറ്റവും അടുത്ത മുഹൂർത്തം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അല്ലേ ചന്ദ്ര? തീരുമാനിക്കാം. മറ്റു കാര്യങ്ങള് ഞങ്ങള് തറവാട്ടുകാരാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും തന്നെയില്ല. പിന്നെ ദുബായിക്കാരൻ്റെ മരുമോളല്ലേ, കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. അല്ലേ ആരാണ്? ആയിക്കോട്ടെ, ചായ കുടിക്കേ. എടുക്ക്. എന്താ പ്രശ്നം? അരുണിന്റെ അമ്മാവനും ആ ബ്രോക്കറും കൂടി വന്നിരുന്നു. അവർ ഈ കല്യാണത്തിന് പിന്മാറുമെന്ന് പറഞ്ഞു. എല്ലാം ഉറപ്പിച്ച ദിവസവും കണ്ടിട്ട് ഇപ്പൊ കല്യാണത്തിന് പിന്മാറുന്നു. എന്താ കാര്യം? അവരെങ്ങനെ അറിഞ്ഞു നിർമ്മലയ്ക്ക് സ്വന്തമായി വീടില്ല? ആര് പറഞ്ഞു വീടില്ലെന്ന്? എത്ര കാലം വേണേലും അവൾക്ക് അവിടെ സ്വന്തം വീട് പോലെ താമസിക്കാമല്ലോ. അത് തന്നെയാ പ്രശ്നം. സ്വന്തം വീട് പോലെയല്ലേ, അല്ലാതെ സ്വന്തം വീടായിട്ടല്ലല്ലോ. ഇതൊക്കെ അവർ നേരത്തെ അന്വേഷിക്കണ്ടേ? അല്ലാണ്ട് എല്ലാം തീരുമാനിച്ചിട്ടാണ്. അവര് പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ മാർക്കേ കാണുന്നുള്ളൂ. എന്താട്ടാ? നമുക്ക് ആ വീട് നിർമ്മലയ്ക്ക് കൊടുക്കാം. വീട് കൊടുക്കാനോ? ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ അവകാശം അവർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഏട്ടന്റെ അവകാശം? ആ പേരും പറഞ്ഞ് 10-15 കൊല്ലം മുമ്പ് ഈ കട തുടങ്ങാൻ വേണ്ടി എന്റെ ഏട്ടൻ 25,000 രൂപ വാങ്ങിച്ചിരുന്നു. നിങ്ങൾക്കൊക്കെ എല്ലാത്തിനും വ്യക്തമായ കണക്കുകളുണ്ട്. സമ്മതിച്ചു, ഞാൻ പണം വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഈ നിമിഷം വരെ ഈ കടയിൽ നിന്ന് എത്ര രൂപയുടെ സാധനങ്ങൾ ആ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ഞാൻ കണക്കുകൾ സൂക്ഷിച്ചിട്ടില്ല. നാരായണ, ആ വീടിന്റെ മുമ്പിൽ ഒരു 8 സെന്റ് സ്ഥലമല്ലേ നിർമ്മലയുടെ പേരിൽ? അത് നിന്റെ പേരിൽ എഴുത്തരാൻ ഞാൻ പറയാം. നിന്റെ അന്തസ്സിന് ചേർന്ന ഒരു പുതിയ വീട് നീ ആ സ്ഥലത്ത് പണി. അല്ലെങ്കിൽ തന്നെ നിങ്ങളെപ്പോലുള്ള ദുബായ്ക്കാർക്ക് താമസിക്കാൻ പറ്റിയ വീടാണോ അത്? എല്ലാരും എന്താ പറഞ്ഞത്? ദുബായി കിടന്ന് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുവാന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്താ നിർമ്മല ഈ പറയണേ? ഓർമ്മ വെച്ച നാൾ മുതൽ നാരായണൻ ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്? നിങ്ങൾ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് അങ്ങനെയൊക്കെ തന്നെ തോന്നും. പുഷ്പയുടെ മോന് ബാംഗ്ലൂർ പഠിക്കാനുള്ള കാശ് മാസം മാസം അയച്ചു കൊടുക്കണ്ടല്ലോ. അതിനേക്കാട്ടിൽ എത്ര വലിയ ആവശ്യങ്ങളുണ്ട് ഇവിടെ. ഓ, അതൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ പേര് കിട്ടൂലല്ലോ. 5 പൈസ പോലും ചോദിക്കാതെ വലിയേട്ടും വീടിന്റെ അവകാശം തരാന്ന് പറഞ്ഞില്ലേ? എന്റെ 8 സെന്റ് സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞിട്ടും ഇങ്ങേരതിന് തയ്യാറല്ലല്ലോ. അതാ പറയുന്നത്, അവനവന്റെ തടിക്ക് തട്ടണ കാര്യം വരുമ്പോ എല്ലാവരുടെയും തനി സ്വഭാവം അറിയാന്ന്. ഇത് ചന്ദ്രേട്ടന്റെ നിർമ്മലയെടുത്തി അറിഞ്ഞോണ്ടുള്ള ഒത്തുകളിയാ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എത്തുന്നതിന് മുമ്പ് ആ വിവരം എങ്ങനെ നിർമ്മലയെടുത്തി അറിഞ്ഞു? കളിക്കാൻ ഇതെന്താ ഫുട്ബോൾ? ഇവിടെ ചിലരൊക്കെ മറ്റുള്ളവരുടെ ജീവിതം കൊണ്ടാ ഫുട്ബോൾ കളിക്കുന്നത്. ഏട്ടൻ പറഞ്ഞതിനും കാര്യമില്ലേ? നമ്മളല്ലാതെ ഇനി അവർക്ക് ആരാ ഉള്ളത്? കല്യാണം നടക്കട്ടെ, അവൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. ഇനി നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ വീണ്ടും ദുബായിലേക്ക് തിരിച്ചു പോവുക. നീ പറഞ്ഞ ശരിയാന്നല്ലേ? എന്നെ പോലുള്ള ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ പ്രയാസ. നമുക്ക് ഈ വീട് നിർമ്മലിക്ക് കൊടുക്കാം. ആ കല്യാണം നടക്കട്ടെ. ആ 8 സെന്റ് സ്ഥലത്ത് നമുക്കൊരു വീട് വയ്ക്കാം, ഒരു കൊച്ചു വീട്. ഈ നിമിഷം വരെ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഞാനൊന്നും ചെയ്തില്ല എന്നുള്ള ഖേദവും എനിക്ക് തീരും. അതെ, അന്ന് പെണ്ണ് കാണ ചടങ്ങിന് വേണ്ടി സ്മിതയ്ക്ക് എന്റെ മാല കൊടുത്തിരുന്നു. അവരത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. ഏതായാലും നീ അവൾക്ക് കല്യാണത്തിനൊരു സമ്മാനം കൊടുക്കണം. ഇനിയിപ്പോ തിരിച്ചു ചോദിക്കാനൊന്നും നിൽക്കണ്ട. ഞങ്ങള് ജീവനെ പോലെ കൊണ്ടു നടക്കുന്ന ഞങ്ങളുടെ പാസ്പോർട്ട്. പോകുന്നില്ലാന്ന് തീരുമാനിച്ചപ്പോ അത് വെച്ചിരുന്ന സ്ഥലം പോലും മറന്നു.
എന്നാ സ്മിതയുടെ കല്യാണം? ജൂൺ 12-ാം തീയതി. ഈശ്വര, ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. 1-2 വീടുകളിൽ കൂടി കല്യാണക്കുറി കൊടുക്കാണ്ട. ശരി. ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലേ. വിസയുടെ കാലാവധി തീർന്ന അറിഞ്ഞില്ല. ചന്ദ്രേട്ടൻ എന്നോടെല്ലാം പറഞ്ഞു. എന്നാലും ഇവിടെ വന്നൊന്ന് പറഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചതാ, എൻ്റെ ഒരു മനസ്സമാധാനത്തിന്. 3 പെങ്ങന്മാരുടെ കല്യാണത്തിന് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ കല്യാണം കൂടാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഒരു 2 ദിവസം കല്യാണം നേരത്തെ ആക്കിയാൽ എനിക്ക് കല്യാണം കൂടാം. ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ പലയിടങ്ങളിലാണ്. അവരൊക്കെ കല്യാണത്തിന് വരാനും പോകാനുള്ള ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അവരൊക്കെ കല്യാണത്തിന് കൂടണോ അതോ നാരായണ ഒരാൾ കൂടണോ? ഓ, അവരൊക്കെ തന്നെയാണ് കൂടേണ്ടത്. ഞാൻ എൻ്റെ പൊട്ടത്തരത്തിനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. നാളെ നമുക്ക് തോന്നരുതല്ലോ ഒന്ന് വന്ന് ചോദിച്ചുകൂടായിരുന്നു ഒന്ന്. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഈ കുടുംബത്തിന്റെ സന്തോഷമൊക്കെ ദൂരെ നിന്ന് കാണാനുള്ള യോഗമുള്ളൂ. ഇവിടെ അടുത്ത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെയും സുഹൃത്തുക്കളുടെ ഒക്കെ വീടുകളുണ്ട്. അവിടേക്കൊന്ന് കല്യാണം പറയണം. രസാതല്ല, ഇവരൊക്കെ കല്യാണത്തിന് വരുമ്പോ വിളിച്ചാൾ അവിടെ ഉണ്ടാവില്ല. ഇറങ്ങട്ടെ. എന്നാ ശരി. വേലായുധേട്ടനല്ലേ? അതെ. ആരാ? ഞാൻ നിങ്ങളുടെ ലാഞ്ചിയിലാ ദുബായിക്ക് പോയത്. നാരായണൻ. വേലായുധന് ഇപ്പോഴും ഈ കടല് തന്നെ ജീവിതം. നിങ്ങൾ കടല് കടന്നവരെ പോലെ ഒന്നും അല്ല. ഒരുത്തനിങ്ങനെ അധ്വാനിക്കുക, കുടുംബത്തിലെ മറ്റുള്ളവരൊക്കെ അതിന്റെ പങ്ക് പറ്റി ജീവിക്കുക. ഇതിവിടെ അല്ലാതെ ഈ ലോകത്ത് എവിടെ നടക്കും? ഇനിയിപ്പം നിങ്ങൾ വന്നില്ലെങ്കിലല്ല, നിങ്ങളുടെ മണി ഓർഡർ വന്നില്ലെങ്കിലാ അവർക്ക് സങ്കടം. മഞ്ഞും മഴയും വെയിലും ഒക്കെ കൊള്ളാതെ തണലേക്ക് കൊണ്ടു നടന്നതൊക്കെ അവര് മറക്കും. നീ ഈ ഓട്ട വന്ന കൊട പോലെ വീടിന്റെ ഏതെങ്കിലും ഒരു മൂല. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നിന്റെയൊക്കെ അവസാനം. അല്ലാതെ നിന്നോടൊക്കെ ആൾക്കാരായിട്ട് സാരി നന്നായി ചേരുന്നുണ്ടല്ലേ? ഞാൻ വാശി പിടിച്ചോണ്ടല്ലേ ഈ സാരി വാങ്ങിയത്. നിങ്ങൾക്കൊക്കെ അവിടെ വെച്ച് ഭയങ്കര സംശയമായിരുന്നല്ലോ. നാരായണേട്ടൻ ഇറങ്ങാറായോ? ഇതിന്റെ ഇത്ര നേരത്തെ? ഏതായാലും ഇറങ്ങല്ലേ, കുറച്ച് നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ചു. നാരായണേട്ട, സ്മിതയുടെ കല്യാണ സാരിയാ, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അല്ല, എടുക്കാൻ കൂടെ പോയവർക്കൊന്നും വാങ്ങിച്ചിട്ടില്ല. ഓ, എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് ചെറിയമാവൻ കല്യാണത്തിനില്ലാന്ന് പറയുമ്പോ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ അടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റ് അവർ എന്നെ ഇങ്ങോട്ട് വിടും. പറ്റാഞ്ഞിട്ടല്ലേ മോളെ. പിന്നെ ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും വീഡിയോയിലാക്കി അങ്ങോട്ട് അയക്കാൻ സുധാകരൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ളവർക്കുള്ള സംവിധാനം അത്. നാരായണ, ചന്ദ്രേട്ടൻ ഇപ്പൊ വരും നാരായണനെ കൊണ്ടാക്കാൻ. അതിനൊന്നും ആവശ്യമില്ലെന്നേ. അതിനേക്കാളും വലിയ കാര്യങ്ങളില്ലേ ഇവിടെ. പോട്ടെ മോളെ. പോട്ടെ. പന്തലിനൊക്കെ നല്ല ഉറപ്പും വില ആയിക്കോട്ടെ. ഓ ശരി. എപ്പോഴാ മഴ പെയ്യാന്നറിയാൻ പറ്റില്ല. അതെ, ആവുന്നിടത്തൊക്കെ ടർപ്പൾ ഇട്ടു. മൊത്തത്തിലൊന്ന് വൃത്തിയായിക്കോട്ടെ. ആ കലിങ്ക വരെ ട്യൂബിലിട്ടോ. ഓ ഇട്ടേക്കാം. ഒത്തിരി പ്രായമുള്ളവരും കുട്ടികളൊക്കെ വന്നു പോകാനുള്ളതാ. ശരി. പടിയിറങ്ങുന്നു വീണ്ടും
പടിയിറങ്ങുന്നു മഴയൊതുക്കുകൾ പിന്നിടുന്നു വെയിൽ വരമ്പുകൾ പിന്നിടുന്നു നേടിയോരോർമകൾ പിന്നിടുന്നു പടിയിറങ്ങുന്നു. പടിയിറങ്ങുന്നു വീണ്ടും പടിയിറങ്ങുന്നു. കുടുംബത്തൊരു കല്യാണമാകുമ്പോ കൂടാതിരിക്കാൻ പറ്റില്ലല്ലോ. തണുത്തതാ, കുഴപ്പമില്ലല്ലോ. വണ്ടി ഇട്ടാ വൈകിയ മോളെ. നേരത്തെ കണ്ടില്ലല്ലോ കല്യാണ പെണ്ണിനെ. വഞ്ചേ ഹലോ ഹലോ. ആ ഞാനാ. നാരായണേട്ടനാണോ? അയ്യോ, ഇവിടുത്തെ ബഹളം കാരണം ഒന്നും കേൾക്കുന്നില്ല. ഞാനേ നളിനിയടുത്തെ വിളിക്കാം. ആ അതെ, നിങ്ങൾ രണ്ടും വേഗം ബസ്സിൽ കയറിയിരുന്നു. മനസ്സിലായില്ലേ? നാരായണ മോനാ, അനീഷ് 6ാം ക്ലാസ്സിലാ. ഇത് സുധീഷ്, ഇവൻ 4-ല്. കിടന്ന് ബഹളം ഉണ്ടാക്കില്ലടാ വെല്ലുവിളിയാ. സുധാര, ബസ്സിന്റെ കാര്യങ്ങളൊക്കെ വന്ന സമയമായി. നീ ചെന്നവരോട് ഇറങ്ങാൻ പറ. ഹലോ. ആ ഹലോ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ആ നാരായണേട്ടാ, ഞങ്ങളിത് ഇറങ്ങായി. രാത്രി വിളിക്കൂട്ടോ. ആ ശരി. അരളിപ്പൂക്കും കാവിലേറോ കുരുതി തീരുമ്പോൾ ഇവിടെ ഈ മരുഭൂവിൽ നിന്നീ കരളു പുകയും അകലെ ഏതോ കൂരത്തോറും തിരിവിളക്കുകൾ മിന്നിടാനായി കടലു താണ്ടുന്നു പടിയിറങ്ങുന്നു വീണ്ടും. സുലൈമാനിക്ക നാട്ടിൽ പോയിരിക്കുക. അഷ്റഫിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി അടങ്ങുമെന്നും പറഞ്ഞ് നടക്കുക അളിയന്മാരും. നടന്നു കിട്ടിയ വലിയൊരു കാര്യമല്ലേ. ഇനിയുള്ള കാലത്ത് ശാരീരിക അധ്വാനമുള്ള ജോലിയൊക്കെ ചെയ്യുന്നത് നമ്മളെ പെണ്ണുങ്ങൾക്ക് പ്രയാസമായിരിക്കും. ഒരു കഫ്തീരിയ തുടങ്ങാന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ആകെയുള്ളത് സുഹറയുടെ കുറച്ച് സ്വർണ്ണ, അതാണെങ്കിൽ പണയത്തില്ല. അതൊക്കെ ശരിയാവുന്നേ. കാശൊക്കെ ഏതെങ്കിലും വഴിക്ക് വരും. എന്നാ നീയും കൂടെ കൂട്. വിസ പുതുക്കലും സ്മിതയുടെ കല്യാണം കൂടി ഉണ്ടാക്കി കടം വീട്ടണമെങ്കിൽ തന്നെ 3 കൊല്ലം ഇനി അധ്വാനിക്കും. എന്നിട്ട് വേണം ആ 8 സെന്റ് സ്ഥലത്തൊരു വീടിന് കുറ്റിയടിക്കാൻ. ആ, കുടുംബത്തിലൊരു കല്യാണം ഉണ്ടെന്നും പറഞ്ഞ് സുഹറയും വിളിച്ചിരുന്നു. നാട്ടിലുള്ളവർ എത്ര നല്ല അവസ്ഥയിലായാലും ചെലവാക്കേണ്ട ഉത്തരവാദിത്തം ഗൾഫുകാർക്കാണല്ലോ. ആ മുറിയിലെ പഞ്ചാരയും ചായപ്പൊടിയും തീർന്നു. ഇനിയിപ്പോ അത് വാങ്ങിക്കണം. 20-ാം തീയതി കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോഴേക്കും സാധനങ്ങൾ തീർന്ന. ഇന്നലെ ആരായിരുന്നു ക്ലീനിങ് സുരേഷ്, ഭക്ഷണം യൂസഫ്. എനിക്ക് തോന്നി സുരേഷ് ആയിരിക്കുമെന്ന്. അവനവൻ ഉപയോഗിക്കുന്ന സ്ഥലം വൃത്തിയാക്കുന്നതിന് എന്താ ഇത്ര മടി? നാട്ടിൽ പോയ ഏറ്റവും വലിയ ആശ്വാസം ക്യൂ നിൽക്കാതെ കക്കൂസ് പോകാന്നുള്ളതാ. ചിലര് 4-5 കക്കൂസുള്ള വീട് നാട്ടിൽ പൂട്ടിയിട്ടാ ഇവിടെ വന്ന് കക്കൂസിന് ക്യൂ നിൽക്കുന്നത്. ഇമ്മൂറിയിൽ പുതിയൊരു കട്ടിൽ കൂടി ഇടാൻ പോവാന്ന് കോൺട്രാക്ട് പറഞ്ഞു. ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല. ഇനി ഒരു കട്ടിലൂടെ ഇട്ട എന്ത് ചെയ്യും?
വാഗൻ ട്രാജഡി ആവും. കട്ടിലിടാൻ സമ്മതിച്ചില്ലെങ്കിൽ വാടക കൂട്ടും ഉറപ്പാ. ഇത്തവണ നാട്ടിൽ ചെന്നപ്പോ സുഹറയുടെയും പിള്ളേരുടെ ഏറ്റവും വലിയ ആഗ്രഹം ദുബായ് കാണാന്നുള്ളതാ. ഈ അവരിങ്ങ് കൊണ്ടുപോകാമോ ഇതിനെ? നല്ല ആളായി പറയുന്നത്. നമ്മൾ 2-3 കൊല്ലം കൂടുമ്പോഴെങ്കിലും നാട്ടിൽ പോകും. നിങ്ങളുടെ നാട്ടിൽ ഇവിടെ എത്ര കാലായി? ഒരു കണക്കിന് നമ്മുടെ കുടുംബക്കാരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാ നല്ലത്. നമ്മുടെ വിഷമം അവർക്ക് മനസ്സിലാവല്ലോ. അങ്ങനെയാണെങ്കിൽ മമ്മാലിക്കയുടെ പുയ്യാപ്പിളമാരെയാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. കഷ്ടപ്പെട്ട് 4 പെൺമക്കളെ കല്യാണം കഴിച്ച് വിട്ടിട്ട് ഇപ്പൊ അവരെയും അവരുടെ ഭർത്താക്കന്മാരെയും പോറ്റേണ്ട അവസ്ഥയാ. ആ ഇവിടെ ഉണ്ട് നാരായണ ചന്ദ്രന്. ഹലോ. ആ സുഖം തന്നെ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. സ്മിത അരുണിനോടൊപ്പം തിരുവനന്തപുരത്ത് തന്നെയാ. ആണോ? സന്തോഷം. നിർമ്മലയെ അവർ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനാ പറയുന്നത്. അതിനുവേണ്ടി കുറച്ചും കൂടെ സൗകര്യമുള്ളൊരു വീട് നോക്കിക്കൊണ്ടിരിക്കുക. നന്നായി. ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ പെണ്ണിന് സന്തോഷം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അരുൺ നല്ലവനാ. തിരുവനന്തപുരത്തൊക്കെ ഭയങ്കര വാടകയാണെന്ന് അരുൺ പറയുന്നത്. ഇവിടെ അതന്നെയാ കഥ. ദിവസം വെച്ച് വാടക കൂടിക്കൊണ്ടിരിക്കുക ഇവിടെ. അപ്പൊ അരുൺ പറയാ നാട്ടിലുള്ള വീട് വാടകയ്ക്ക് കൊടുത്താലോന്ന്. അവിടെ അരുണിന്റെ അച്ഛനും അമ്മയൊക്കെ ഇല്ലേ അവിടെ? ആ വീടല്ല നാരായണ, നമ്മുടെ വീട്. അവിടെ നളിനിയും മക്കളൊക്കെ ഇല്ലേ ചന്ദ്രേട്ടാ? അവര് അങ്ങോട്ടാ? അവരുടെ വീട് അവര് വാടകയ്ക്ക് കൊടുക്കാന്ന് പറയുമ്പോ നമ്മളെ കൊണ്ടെന്താ പറയാൻ പറ്റുക? ശരിയാ. ചന്ദ്രേട്ടൻ ഒന്ന് അന്വേഷിക്കോ? പുറത്ത് വാടക കൊടുത്ത എന്ത് വാടക കിട്ടുമോ അത് ഞാൻ കൊടുക്കാന്ന് പറയാറുണ്ട്. എന്താ? ഏയ് ഒന്നുമില്ല. ഇപ്പോ സ്വന്തം വീട്ടിൽ വാടകക്കാരനായി. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. ഇന്നിവിടെ അടുത്തൊരു മലയാളി മരണപ്പെട്ടില്ല? അത് മുകളില. ഞാനത് നോക്കുന്നു. അതെ, ഇന്ന് ഇവിടെ ഒരു മലയാളി മരിച്ചില്ലേ? നാരായണേട്ടൻ ബോഡി കാർഡ് ഇവിടുന്ന് കൊണ്ടുപോയല്ലോ. കുടുംബക്കാരനാ? അല്ല. നാട്ടുകാരനാ? അല്ല, മൂപ്പരുടെ കൂടെ താമസിക്കുന്ന ആരെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ? ജോസേട്ടാ ഒന്ന് ഞാൻ പുള്ളി ആ റൂമില്ല. ഞങ്ങളെന്നാ അങ്ങോട്ട് ഇറങ്ങി. അല്ല, മൂപ്പര് ഇങ്ങടെ റൂമിലാ താമസിച്ചിരുന്നേ? അതെ. എന്തേ? നിങ്ങളുടെ ഹൗസ് ഓണറുടെ നമ്പർ ഒന്ന് കിട്ടുമോ? നോട്ട് ചെയ്തു. 050-866-4273. വന്നിട്ട് കുറെ കാലായി, ഇതുവരെ ഒന്ന് ക്ലച്ച് പിടിച്ചിട്ടില്ല. ഇപ്പൊ ഷാർജയിലെ ഒരു കൂട്ടുകാരന്റെ ഔദാര്യത്തിലാ താമസിക്കുന്നത്. ബിസിയാ. ഇനി മൂപ്പര് പാർക്കിന് കൊടുത്തു കാണൂ? എന്ത്? അല്ല, ഈ നാരായണേട്ടൻ മരിച്ചപ്പോഴേ നിങ്ങളുടെ റൂമിലൊരു കട്ടിലൊഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാ. ആ ലൈൻ പോണ്ട്. കിട്ടോ? ഭാഗ്യണ്ടേ കിട്ടും. ഇനി അവിടെ ഒന്നും എന്റെ വായിന്നൊല്ലൊക്കെ വീണു. എന്താ? അവിടെ ഒരുത്തൻ അച്ഛൻ ചത്തിട്ട് കട്ടിലൊഴിഞ്ഞു നോക്കാൻ വന്നിരിക്കുക. നാരായണ, നീ ഡേ ഡ്യൂട്ടി എന്ന് തുടങ്ങി? അല്ല, വരുമോളുടെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോ നീ ആകും നന്നായല്ലോ. അങ്ങനെയൊന്നുമില്ല, കുറച്ചു ദിവസം കാണാണ്ട് കണ്ടപ്പോൾ നിനക്ക് തോന്നുന്നതാ. നജീബും കുടുംബവും വന്നതുകൊണ്ട് നേരത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ വെള്ളിയാഴ്ച നീ അങ്ങോട്ടൊന്ന് ഇറങ്ങ്. എന്തായി വീട് പണി? തേപ്പ് തുടങ്ങി. പണിക്കാരൊക്കെ ബംഗാളികളാ. അവരുടെ ഗൾഫല്ലേ ഇപ്പൊ കേരളം. മേലനങ്ങിയുള്ള പണിക്കൊന്നും നമ്മുടെ നാട്ടുകാരെ കിട്ടാനില്ല. കാലമൊക്കെ മാറിയില്ലേ? നജീബ് ഇവിടെ വന്നിട്ട് ഇത് 6ാമത്തെ കൊല്ലം. ഇക്കാലം കൊണ്ട് എൻ്റെ ഒരു കഫ്തീരിയയുടെ സ്ഥാനത്ത് അവൻ 8 കഫ്തീരിയ തുടങ്ങി. നിനക്കറിയാലോ, 15 കൊല്ലമായിട്ടുള്ള എൻ്റെ അധ്വാന.
നാട്ടിലെ ആ കൊച്ചു വീട്. ആ വീടിന്റെ മുറ്റത്ത് കൊട്ടാരം പോലൊരു വീട് വെച്ചിട്ടുണ്ട് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നജീബ്. ചിലപ്പോൾ തോന്നും നമ്മുടെയൊക്കെ അധ്വാനം വെറുതെ ആയിരുന്നു. നമ്മൾ വഴിവിട്ടിയവരല്ലേ, അവർക്ക് മുമ്പിൽ തടസ്സങ്ങളൊന്നുമില്ലല്ലോ, അപ്പൊ വേഗത കൂടും. തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹം കൂടി ബാക്കിയുണ്ട്. നമ്മൾ ആദ്യമായി ഈ നാട്ടിൽ കാലുകുത്തിയ കോർഫഖാനിലെ മണ്ണ് എനിക്കൊന്നുകൂടെ കാണണം. ഇവര് നാരായണേട്ടനെ കാണാൻ വേണ്ടി വന്നതാ. ആ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നാരായണേട്ടൻ ഇവിടെ കാണുമെന്ന് അറിയായിരുന്നു. ഞാൻ മനോജ്, സതീശന്റെ ഫ്രണ്ടാ. മോന്റെ വീട് എവിടെയാ? തൃപ്രയാർ. ഞങ്ങൾ ഗൾഫ് ന്യൂസിന് വേണ്ടി നാരായണേട്ടൻ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാ. ഇന്റർവ്യൂ? എന്നെയോ? അതെ, പ്രവാസത്തിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ജീവിതത്തിൽ ഒരുപാട് അച്ചീവ് ചെയ്ത സക്സസ്ഫുൾ ആയ ഒരുപാട് പ്രവാസികളുടെ കഥ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. എന്നാൽ ഇത്രയും കാലം ഈ മണ്ണിൽ ജീവിച്ചിട്ടും ഒന്നും ആകാൻ കഴിയാതെ പോയ നാരായണേട്ടനെ പോലുള്ളവരെ കുറിച്ച് ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതിനാ ഈ ഇന്റർവ്യൂ. സതീശൻ പറഞ്ഞു അച്ഛന്റെ ജീവിതം ഒരു പരാജയമായിരുന്നു. നാരായണേട്ട, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ വെറുതെ പറഞ്ഞുള്ളൂ. എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ. 60കളിൽ എങ്ങനെയാണ് നാരായണേട്ട ഈ മരുഭൂമിയിൽ എത്തിപ്പെടുന്നത്? വേലായുധേട്ടന്റെ ലോഞ്ചില് കോർഫഖാനിൽ വന്നിറങ്ങി. ആരായിരിക്കും ഈ മണ്ണിൽ കാലുകുത്തിയ ആദ്യത്തെ മലയാളി? ആരായിരുന്നാലും നാട് കാണാൻ വന്നവരായിരിക്കില്ല. നമ്മളെപ്പോലെ വീട്ടിലെമ്പാടും പട്ടിണിയും പുര നിറഞ്ഞു നിൽക്കുന്ന പെങ്ങന്മാരുള്ള ആരെങ്കിലും ആയിരിക്കും. ഈ കടൽ നീന്തി കയറിയത് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നി. ഒന്ന് കണ്ണടച്ച് തുറക്കും പോലെയല്ലേ കാലം കടന്നുപോയത്. നമ്മൾ കരപറ്റിയവര്, അന്നം തേടി വന്നവർ എത്ര പേര് ഈ ആഴക്കടലിൽ മുങ്ങിപ്പോയിട്ടുണ്ടാവും. 50 കൊല്ലം. ഈ കാലം കൊണ്ട് നമ്മൾ എന്താ നേടിയത്? കുറേ പേർ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നമ്മുടെ നാട് രക്ഷപ്പെട്ടു. നമ്മുടെ പലരുടെ അധ്വാനം കൊണ്ട് ഈ നാടും രക്ഷപ്പെട്ടു. നമ്മളോ? ഈ നാടല്ലേ മൊയ്തീനെ നമ്മുടെ ആഗ്രഹങ്ങളും സാധിച്ചു തന്നത്. അങ്ങനെ നാളെ കാലത്ത് ഞാനിവിടം വിട്ടു പോവുകയാണ്. നീ നള്ളിയുടെ കൂടെയും ഞാൻ സുഹറയുടെ കൂടെയും കഴിഞ്ഞതിനേക്കാളേറെ നമ്മൾ ഒരുമിച്ചല്ലേ കഴിഞ്ഞത് കൂട്ടുകാരെ. ഓർമ്മ വെച്ച കാലം മുതൽ നീ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് എല്ലാം മതിയാക്കി നീയും നാട്ടിലേക്ക് മടങ്ങണം. ആ അച്ഛനായിരിക്കും. ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞു. സംസാരിച്ചു തുടങ്ങി നിർത്തൂല അമ്മ. അച്ഛനാണെങ്കിൽ നാട്ടിൽ എല്ലാ വിശേഷങ്ങളും പറയണം. ദേ ഒരു ഞാനും ഉറങ്ങി. ഹലോ, നീ ഇത് എവിടെയായിരുന്നു? അടുക്കളയില് പാത്രം കഴുകുമായിരുന്നു. അവരൊക്കെ എവിടെ? ഉറങ്ങി. ഭക്ഷണം കഴിച്ചിട്ടാണോ കിടന്നത്? ആ, കഴിച്ചു. എന്താ ഉണ്ടാക്കിയേ? സതീഷിനെ അറിയാലോ, അവൻ ഇറച്ചി നിർബന്ധ. ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജില്. കുട്ടൻ അയിലക്കുട്ടാനുണ്ടാക്കി. പിന്നെ ചപ്പാത്തിയും പുട്ടും ഉണ്ടായിരുന്നു. ഉച്ചക്കത്തെ ചോറും സാമ്പാറും ഉണ്ടായി. ഒന്നും പോരാണ്ട്. മൊയ്തീൻ അങ്ങോട്ട് വരണ്ട്. അവൻ്റെ എന്താ ഞാൻ നിനക്ക് കൊടുത്തു വിടണ്ടേ? നിങ്ങൾ ഒരു ദിവസം ഇട്ടൊരു ഷർട്ട് അലക്കാട്ട് കൊടുത്തു വിടോ? എന്താ നളിനി ഇത്? ഒന്നുമില്ല. എന്തെങ്കിലും കഴിച്ചോ നിങ്ങള്? ഞാൻ കഴിച്ചോണ്ടിരിക്കുക. വെക്കട്ടെ?
വെറുതെ ഒന്ന് കയറിയതാ ഒന്ന് കണ്ടു നോക്കാൻ. ഈ വിളക്കിന് എന്താ വില? 500 ദിറംസ്. നിങ്ങൾ നാട്ടിലെ പൈസ വെച്ച് കൂട്ടല്ലേ? ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് വരാം. നിങ്ങൾക്ക് ഞാൻ സ്പെഷ്യൽ ഡിസ്കൗണ്ട് മേടിച്ചു തരാം. നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവ ദീർഘെന്ന് കേട്ടാ നമ്മുടെ നാട്ടിലെ പൈസ ആയിട്ട് കൂട്ടി നോക്കിയിട്ട് സാധനം മേടിച്ചു. ശരി. ഗുഡ് മോർണിംഗ് സാർ. നാരായണേട്ടനല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ഇല്ല. നിങ്ങളെന്നെ തിരിച്ചറിയണമെന്നില്ല. പക്ഷെ ഏതാൾക്കൂട്ടത്തിലും ഈ മുഖം കണ്ട് ഞാൻ തിരിച്ചറിയും. ഇക്കാലത്തിൽ ഞാൻ അന്വേഷിച്ച നിങ്ങളെയാണ്. ആള് തെറ്റിയെന്നാ തോന്നണേ. 10-30 കൊല്ലം മുൻപ് ബോംബെയിലെ ടങ്കർ മൊഹല്ലയിൽ വെച്ച് ഒരു ചെറുപ്പക്കാരന്റെ പോക്കറ്റിൽ കുറച്ച് പണം വെച്ച് കൊടുത്തില്ലേ? ആ രാത്രി ഞാൻ ഉറങ്ങിയില്ല. എവിടെയോ ഒരു തിരുവട്ടം എനിക്ക് വേണ്ടിയും കത്തണ പോലൊരു തോന്നൽ. എനിക്കപ്പം നിങ്ങളെ വീണ്ടും കാണണമെന്ന് തോന്നി. അന്വേഷിച്ച് ലോഡ്ജിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ അവിടെ വിട്ടിരുന്നു. അന്ന് തന്നിട്ട് പോയത് അവിടെ നിന്ന് അങ്ങോട്ട് ജീവിക്കാനുള്ള ആത്മവിശ്വാസം. നാരായണ, ഇതെന്റെ കടയാണ്. ഇതുപോലുള്ള കുറേ കടകളുണ്ട് എനിക്ക് ഗൾഫിൽ. പിന്നെ ഭർത്താവും കുട്ടികളൊക്കെ ആയിട്ട് ആയിഷയുണ്ട് ഈ ദുബായിൽ. സന്തോഷം. പകരം ചെയ്യാനല്ല. പറ നാരായണേട്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞത് തന്നെ വലിയ കാര്യ. നാരായണ വാ, നമുക്ക് അകത്തോട്ടിരിക്കാം. തുടക്കത്തെ എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാ. നാളെ കാലത്തൊരു ഇന്റർവ്യൂവിനും കൂടെ പോകുന്നുണ്ട്. എല്ലാം ശരിയാവും. ഞാൻ ഇറങ്ങട്ടെ മോനെ. ഓ, പോട്ടെ മോനെ. ആരാ? കുടുംബക്കാരനാ? അല്ല, നാട്ടുകാരനാ. വലിയ പരിചയമൊന്നുമില്ല. എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത്? ബെഡ്ഷീറ്റ്, പുതപ്പ്, സോപ്പ്, ബ്രഷ്, പിന്നെ കുറച്ച് ഭക്ഷണ സാധനങ്ങളാ. കുടുംബക്കാരനല്ല, നാട്ടിൽ വെച്ച് ഇയാളെ പരിചയമില്ല. എന്നിട്ട് നാട്ടിൽ നിന്ന് ഒരാളെ ജോലി അന്വേഷിച്ച് വന്നു എന്ന് അറിഞ്ഞപ്പോ ഇത്രയും സാധനങ്ങളുമായിട്ട് അയാൾ വന്നില്ലേ? അതാണ് ഗൾഫുകാരൻ. ഈ കൊണ്ടുവന്ന സാധനങ്ങൾക്കൊക്കെ അയാളുടെ ഒരു ദിവസത്തെ അധ്വാനത്തിന്റെ വില ഉണ്ടാവും. എന്താ നാരായണ ഇത്? ഇതൊരു പഴയ ചങ്ങാതി തന്ന സമ്മാന. ആരപ്പാ അത്? ഞാൻ ജോലി ചെയ്യുന്ന മാളിൽ ഒരു വിളക്കടയില്ലേ, ആ, അതിന്റെ ഓണർ മജീദ്. ആര്? നമ്മുടെ മജീദ് കാവുങ്കല. അയാളൊരു കൊച്ചു യൂസഫലി അല്ലേ? മൂപ്പരെങ്ങനെ നിങ്ങളെ ചങ്ങാതിയാവുന്നേ? ഒരു പഴയ പരിചയം. ഇങ്ങളൊരു സംഭവം തന്നെ ഏട്ടാ. അല്ല, ഇങ്ങനത്തെ സുഹൃത്തുക്കൾ ഉണ്ടായിട്ടാ ഇങ്ങളീ കിടന്ന് കഷ്ടപ്പെടുന്നത്? നേരത്തെ എഴുന്നേക്കണം. ഈ ആഴ്ച മോർണിംഗ് ഷിഫ്റ്റാ. നാരായണ, എന്താ നാരായണ, അതൊന്ന് ഓഫാക്ക്. മറ്റുള്ളവർക്ക് കിടന്നുറങ്ങണ്ടേ? നാരായണ, യാടി ഒരു കാര്യം. നാരായണ, നാരായണ, നാരായണ.
മാഷ ഇരിക്കട്ടെ. കട പൂട്ടിട്ടിരിക്കുക. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാ പതിയെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ ദൂരേക്ക് എവിടെയെങ്കിലും പോവാ. ഇവിടെ എല്ലാം പരിചയക്കാരാണല്ലോ. നിങ്ങൾ പോവുക? അല്ല, ഈ ഗൾഫിൽ നിന്ന് പറഞ്ഞ പെട്ടി പൊട്ടിക്കുമ്പോ അളിയന്മാരിവിടെ ഉണ്ടാവണ്ടേ? ഗൾഫിൽ നിന്ന് പറഞ്ഞ പെട്ടിക്ക് ദുബായുടെ ഒരു മണ. ഈ വേലായുധം കൈപിടിച്ച് കടല് കടത്തിയിട്ടുള്ള ഒരാളെങ്കിലും ഇല്ലാത്ത ഏതെങ്കിലും കുടുംബം ഉണ്ടാ ഈ കരയില്? അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നാളെ ചേറ്റുവെന്ന് ലാഞ്ചി പുറപ്പെടാനുണ്ട്. പക്ഷെ ഈ വിവരം പുറത്ത് പറയണ്ടാട്ടാ. പോലീസ് അറിഞ്ഞാ കുഴപ്പാ. ആർക്ക് വേണമെങ്കിലും പോവാ. ഈ കരയിലുള്ള എല്ലാവർക്കും പ്രിയ. വേലായുധനൊന്നും വേണ്ട. കടലിൽ ഇറന്നു കിട്ടിയാ പിന്നെ പൊന്നും പണവും കേട്ട് തിരിച്ചു വരാം. പോലീസ് അറിയരുത്. അവർ എയർപോർട്ടിൽ പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂറെങ്കിലും എടുക്കും. എംബം ചെയ്ത് ബോഡി ചെയ്തുകൊണ്ട് അധികം നേരം വെക്കാൻ പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ലേ ആ വീട്? ഒരു ദിവസം അവിടെ ഉറങ്ങാനുള്ള ഭാഗ്യം പടച്ചോൻ അവന് കൊടുത്തില്ലല്ലോ. നമുക്ക് കുറച്ചു നേരം അവനെ ആ തിണ്ണേ കിടത്തിയാലോ? ശരിയാ, അങ്ങനെയെങ്കിലും ആഗ്രഹം നടക്കട്ടെ. കടന്നു പോയവനും കരകടന്നു വന്നു എഴുതിയതോ പിഴയിൽ പണു. സുനിഷ, അതെന്താ അവിടെ? വല്യലയും പറഞ്ഞു അവിടെ കിടത്താന്ന്. വിളിച്ച ഇവിടെ മൊയ്തീൻ പറഞ്ഞപ്പോ അതാ ശരിയെന്ന് എനിക്കും തോന്നി. അത് വേണ്ട മോദീൻക. നാളെ ഞങ്ങൾ അവിടെ കയറി താമസിക്കേണ്ട വീടല്ലേ. ആദ്യം തന്നെ ഇങ്ങനെ ഒരു വേണ്ട മൊയ്തിക്ക. നാളെ ചിലപ്പോൾ ഈ വീട് വിൽക്കാൻ വെച്ചാൽ പോലും ഒരാളും വില പറയില്ല. വേണ്ട. പടിവരെ വന്നെത്തി നോക്കിയ പ്രിയ നിലാവുകളെ കഥ കടച്ചു വിതുമ്പി നിൽക്കും വിരഹസന്ധ്യകളെ ഇളകുമഞ്ജനമിഴിയിലേതോ കനവ് പാതി ഉതിർന്നുമായും പൊങ്ങുഷസുകളെ പടിയിറങ്ങുന്നു വീണ്ടും പടിയിറങ്ങുന്നു. അരളിപ്പൂക്കും കാവിലേതോ കുരുതി തീരുമ്പോൾ ഇവിടെ ഈ മരുഭൂവിൽ നിന്ന് കരളു പുകയുന്നു. അകലെ ഏതോ കൂരത്തോറും തിരിവിളക്കുകൾ മിന്നിടാനായി കടലു താണ്ടുന്നു. പടിയിറങ്ങുന്നു വീണ്ടും പടിയിറങ്ങുന്നു.
എന്നാ പിന്നെ ഞാനും ഉണ്ടായിരുന്നു. എന്താണ് പരിചയപ്പെടുത്തുന്ന ടി വി കാണേണ്ട സമയമാണ്. പള്ളിക്കൽ നാരായണൻ 50 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന നാരായണേട്ടൻ 60കളിൽ എങ്ങനെയാണ് നാരായണേട്ട ഈ മരുഭൂമിയിൽ എത്തിപ്പെടുന്നത്? വേലായുധേട്ടൻ്റെ ലോഞ്ചില് കോർഫക്കാനിൽ വന്നിറങ്ങി. അവിടുന്ന് ഒരു അറബിയുടെ സഹായത്തിൽ ഷാർജയിലെത്തി. ഷാർജന്ന് ദുബായിക്ക് നടന്നാ വന്നെ. അന്ന് ദുബായിൽ കെട്ടിടങ്ങൾ പണിത് വരുന്നേ ഉള്ളൂ. ഇന്നിവിടെ കാണുന്ന പല കെട്ടിടങ്ങളിലും എൻ്റെ വേർപ്പ് വീണിട്ടുണ്ട്. നമ്മൾ അധ്വാനിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം അറിയില്ല. നമ്മളിവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസക്ക് അവിടെ ഒരു കാര്യം നടന്നു എന്നറിയുമ്പോൾ ഒരു സന്തോഷ. ഞങ്ങൾ പലരും മനസ്സ് നാട്ടിൽ വെച്ചിട്ട് ശരീരം മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. എന്താ ജോലി, എത്രയാ ശമ്പളമൊന്നും ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല. നാണക്കേടായിട്ടല്ല, കഷ്ടപ്പാട് അറിയിക്കണ്ടെന്ന് കരുതിയിട്ട. ഇപ്പൊ ഒരു 10,000 രൂപ നാട്ടിലേക്ക് അയക്കുമ്പോൾ വീട്ടുകാരെന്താ വിചാരിക്കണേ? 20,000 കിട്ടി, അതിൽ 10 മിച്ചം വെച്ചു 10 അയച്ചോളുന്ന. സത്യത്തില് 7,000 കിട്ടിയിട്ട് 3,000 കടം വാങ്ങിയിട്ട് അയക്കുന്നതാ. തിരിച്ചു കിട്ടുമെന്ന് കരുതി ആർക്കും ഒരു സഹായവും ചെയ്തിട്ടില്ല. തിരിച്ചു കിട്ടുമെന്ന് കരുതി കൊടുക്കുന്നത് സ്നേഹമല്ല, കടം കൊടുക്കല. ജീവിതത്തിന്റെ 3/4 ഭാഗവും മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും സൗഭാഗ്യങ്ങളൊന്നും തന്നെ തേടി വന്നിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ജന്മം കൊണ്ട് തന്നെ ദൈവം നമുക്ക് നൽകുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. സ്നേഹമുള്ള ഒരമ്മയുടെ മകനായിട്ട് ജനിക്കുക, സഹോദരന്മാർ, അവരുടെ മക്കള്, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ, ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കുന്ന ഒരു ചങ്ങാതി. അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഒരുപാട് സമ്പന്നനാണ്. ഒരുപാട്. മക്കൾക്കൊക്കെ ഞങ്ങൾ വിരുന്നുകാരാ. വല്ലപ്പോഴുമൊക്കെ അവർക്ക് സമ്മാനങ്ങളുമായിട്ട് വരുന്ന വിരുന്നുകാർ. മക്കളുടെ പ്രായമുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്ക് മക്കളുടെ ഓർമ്മ വരും. അച്ഛൻ്റെയും അമ്മയുടെയും പ്രായമുള്ള ആളുകളെ കാണുമ്പോൾ എത്ര മക്കൾക്ക് അച്ഛനെയും അമ്മയും ഓർമ്മ വരും. കുറച്ചുപേരെ മാറ്റി നിർത്തിയാൽ ഭൂരിഭാഗം പ്രവാസികളും നയിക്കുന്നത് സന്തോഷകരമായ ഒരു ജീവിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഓരോരുത്തരും ജീവിക്കുന്നത് അവരുടെ മനസ്സിലാണ്. ഒരാൾ സങ്കടപ്പെട്ടിട്ടാണോ സന്തോഷിച്ചിട്ടാണോ ജീവിക്കുന്നതെന്ന് പുറത്തു നിന്ന് നോക്കുന്ന ആൾക്ക് എങ്ങനെ പറയാൻ പറ്റും? പറയാൻ പറ്റില്ല. സങ്കടപ്പെട്ടിട്ടുണ്ട്. ചില നേരങ്ങളിൽ നമ്മൾ നാട്ടിലില്ലെന്നോർത്ത്. ചന്ദ്രേട്ടൻ സ്കൂട്ടറിൽ നിന്ന് വീണ് കിടപ്പിലായപ്പോൾ, നാളെനിക്ക് തൊണ്ടയ്ക്ക് സുഖമില്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ വയ്യാണ്ടായപ്പോൾ, സതീശന് മഞ്ഞപ്പിത്തം വന്ന് കിടപ്പിലായപ്പോൾ അവൻ്റെ അരികത്തില്ലെന്നോർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. വയസ്സാവുന്നോണ്ടല്ല, അധ്വാനിച്ച് കുടുംബം പോറ്റാനുള്ള ആരോഗ്യമില്ലാണ്ടായി പോയാലോ എന്നോർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട്. നാരായണേട്ടന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു രാത്രിയെങ്കിലും മനസമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ, അതിന് കാരണം നിങ്ങളാണെങ്കിൽ അതാണ് അച്ചീവ്മെന്റ്. ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. ഞാൻ കാരണമാണ് എൻ്റെ വീട്ടിലെ പട്ടിണി മാറിയത്, അച്ഛൻ്റെ കടങ്ങൾ തീർത്തത്, പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടത്, ഏട്ടനൊരു തൊഴിലുണ്ടായത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ, ഫുൾ സക്സസ്ഫുൾ മാൻ. നാരായണേട്ടന്റെ മറുപടികളിലൊക്കെ തന്നെയുണ്ട് ജീവിതത്തിൽ ഒരുപാട് അച്ചീവ് ചെയ്ത, വളരെ സക്സസ്ഫുൾ ആയ ജീവിതം നയിച്ച ഒരാളാണെന്ന്. ഇനി നാരായണേട്ടന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ? ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ നാരായണനായിട്ട് തന്നെ ഈ ഭൂമിയിൽ ജനിക്കണം. ഈ അച്ഛൻ്റെ അമ്മയുടെയും മകനായിട്ട്, ഈ ഏട്ടൻ്റെ അനിയനായിട്ട്, ഈ അനിയത്തിമാരുടെ ഏട്ടനായിട്ട്, ഈ നളിനിയുടെ ഭർത്താവായിട്ട്, എൻ്റെ മക്കളുടെ അച്ഛനായിട്ട്, എൻ്റെ മൊയ്തീൻ്റെയും കൂട്ടുകാരുടെയും കൂട്ടുകാരനായിട്ട് ഒരിക്കൽ കൂടി ജനിക്കണം. അത്രേ ഉള്ളൂ.
അറബിപ്പൊന്നുരുകിയ പോലൊരു പുന്നാര കടലല മീതേ കനവിന്റെ പനമ്പായി നീർത്തിയ പത്തേ മാറിയിറങ്ങുന്നേ. തലയാട്ടും തെങ്ങോലകളെ വിട ചൊല്ലി പിരിയുകയാണ്. എറളാടൻ കൊച്ചു പരുന്തേ വഴിയൊന്നു പറഞ്ഞു തരേണേ. അറിയാത്തൊരു കരയുടെ കാര്യം പറയാമോ വെള്ളി നിലാവേ. തിരികെ ഞാൻ വരുമന്നേരം പടിമേലെ കാവലു വേണേ. തിര താണ്ടി പൊന്നും മുത്തും മലയോളം കൊണ്ടുവരാമേ. നറുതേനും പാലും പതയും കുളിരോലും അരുവികളുണ്ടോ. എരിവയിലും കല്ലും മുള്ളും നിറയും ഒരു പാതകളാണോ. പല നാളായി കണ്ട കിനാവിലെ മലർവാടിയതെങ്ങനെയാവും. അലതല്ലും നെഞ്ചിലെ മോഹം വളരും ഒരു ബെഹറു കണക്കെ. തിര താണ്ടി പൊന്നും മുത്തും മലയോളം കൊണ്ടുവരാം.